നിങ്ങളിൽ 90% പേരും രോഗം മാറാൻ ആഗ്രഹിച്ച് ചികിത്സയ്ക്ക് ഇറങ്ങിയവരല്ല. കാരണം വിദ്യാഭ്യാസം, 2 പണം. വിദ്യാഭ്യാസവും പണവും ഉണ്ടായാൽ ജീവിക്കുന്നത് യാതൊരു വിധത്തിലും മര്യാദയ്ക്കല്ല. ഇതുവരെ ചികിത്സിക്കാൻ പോയതും പണം മുടക്കിയതുമൊക്കെ ലോകരെ ബോധ്യപ്പെടുത്താനാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കാണിച്ചു, നിവൃത്തിയുണ്ടായില്ല. എൻ്റെ അച്ഛനെ കൊണ്ടു നടന്നു ഞാൻ, രോഗം കൂടുകയാണ് ചെയ്തത് എന്നൊക്കെ ലോകരോട് പറഞ്ഞ് അനുകമ്പ പറ്റുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങളിൽ 99% ആളുകളും ചികിത്സയ്ക്ക് ഇറങ്ങുന്നത്. ഒരാൾക്കെങ്കിലും എൻ്റെ രോഗം മാറണം എന്ന ആഗ്രഹമുണ്ടോ എന്ന കാര്യം സംശയമാണ്. എന്ന് തന്നെയല്ല, രോഗമില്ലാതെ പോലും രോഗമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾക്കുള്ള ശ്രമം വളരെ മുമ്പിലാണ്. രോഗമില്ലാത്തവർക്ക് രോഗമുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തന്നെ മറ്റൊരു ചികിത്സയും ചെയ്യാതെ ലൈസൻസ് ഉള്ള ക്വാളിഫൈഡ് ഉള്ള ഡോക്ടർമാർ തയ്യാറായിരിക്കുന്ന കാലമാണ്. അതിൻ്റെ കാരണം തന്നെ പണിയെടുക്കാതെ അന്യനെ പറ്റിച്ച് ജീവിക്കണം. വിദ്യാഭ്യാസം അത് മാത്രമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. 30 കൊല്ലത്തെ വിദ്യാഭ്യാസം എങ്ങനെയെല്ലാം മനുഷ്യനെ പറ്റിച്ച് പണിയെടുക്കാതെ ജീവിക്കാം എന്നല്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുകയോ അതിൻ്റെ മര്യാദയിൽ ജീവിക്കാനുള്ള അറിവ് നൽകുകയോ ഇന്നുവരെ ചെയ്യുന്നതായി തോന്നുന്നില്ല. ശമ്പളം സ്ഥിരമായി കിട്ടുന്ന ഒരു ജോലി കിട്ടിയാൽ എങ്ങനെയെല്ലാം അന്യനെ കളിപ്പിക്കാം, എങ്ങനെയെല്ലാം ജോലിക്ക് കയറാതിരിക്കാം, രാവിലെ എങ്ങനെ താമസിച്ചു പോകാം, എങ്ങനെ നേരത്തെ ഓഫീസിൽ നിന്ന് സ്ഥലം വിടാം, എങ്ങനെയെല്ലാം പണിയെടുക്കാതിരിക്കാം, എത്ര മാസത്തേക്ക് ഒന്നിച്ച് ഒപ്പിടാം, വീടിനടുത്തേക്ക് എങ്ങനെ സ്ഥലം മാറ്റം മേടിക്കാം, ഇതിൻ്റെയൊക്കെ അന്വേഷണം ചെന്നെത്തുന്നത് രോഗത്തിലാണ്. രോഗം ഇതിനൊക്കെ നിങ്ങൾക്ക് സഹായകമാണ്. മേടിച്ച പൈസ തിരിച്ചു കൊടുക്കേണ്ട രോഗി വീട്ടിലുണ്ടെങ്കിൽ പിരിവുകാർ വന്നാൽ പറഞ്ഞുവിടാം. അത്യാവശ്യം പിരിക്കാം, കടം മേടിക്കാം. ഇങ്ങനെ വളരെ പ്രയോജനമുള്ളതാണ് ആധുനിക കാലത്ത് രോഗം. അത് മാറാൻ നിങ്ങളോടൊപ്പമുള്ളവരും ഒരിക്കലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചികിത്സാരംഗത്തെ ഏറ്റവും വലിയ ദുര്യോഗമാണ്. അത് മാറാനാണോ വന്നിരിക്കുന്നതെന്ന് നല്ല പോലെ ഇരുന്ന് ആലോചിച്ചിട്ട് മാറണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിലേ ഇവിടെ നിൽക്കാം. രോഗം നിങ്ങളുടേത് മാറാത്തത് മെയിനായിട്ട് ഈ കാരണം കൊണ്ടാണ്. WHO സ്റ്റാൻഡേർഡിൽ കൃത്യമായി രോഗനിർണയം ചെയ്യുന്ന ഒരു ചികിത്സാ സമ്പ്രദായത്തിൽ രോഗനിർണയം ചെയ്യുകയും അതേ സ്റ്റാൻഡേർഡിൽ തന്നെ ഇൻ വൈവോ ഇൻ വിട്രോ സ്റ്റഡികൾ നടത്തി ഗിനിപ്പന്നിയിലും വെള്ളലിയിലും പരീക്ഷിച്ച് വോളണ്ടിയറിൽ പരീക്ഷിച്ച് ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റും കഴിഞ്ഞിറങ്ങിയ മരുന്നുകൾ പരാജയപ്പെട്ടിട്ടാണ് നിങ്ങൾ ഈ മുറ്റത്തെത്തേണ്ടി വന്നിരിക്കുന്നത്. അല്ല, രോഗം വന്നപ്പോഴേ ഓടി വന്നവരല്ല നിങ്ങളാരും. ശരിയാണോ? ആണോ? അതുകൊണ്ട് മര്യാദയോടുകൂടി ചികിത്സിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ നിൽക്കാവൂ. ഞാൻ നിങ്ങളുടെ രോഗം നുള്ളിയെടുക്കുകയോ നക്കിയെടുക്കുകയോ ഒപ്പിയെടുക്കുകയോ മുത്തിയെടുക്കുകയോ കെട്ടിപ്പിടിച്ചെടുക്കുകയോ തലേക്കാൽ വെച്ചെടുക്കുകയോ ഒരത്ഭുത പണിയും എനിക്കില്ല. പേറ്റന്റ് മരുന്നുകളൊന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടുമില്ല. ഒന്ന്, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവകാശങ്ങളല്ലാതെ ഉത്തരവാദിത്തങ്ങളില്ല.
അവകാശങ്ങളെക്കുറിച്ച് നിങ്ങൾ എത്ര ബോധവാന്മാരാകുന്നുവോ, എത്ര അവകാശത്തിനു വേണ്ടിയുള്ള ബോധം തലച്ചോറിൽ കടന്നുകൂടുന്നുവോ ജനിച്ചാൽ, അത്രത്തോളം രോഗങ്ങളുണ്ട്. ആരൊരുവൻ ജനിച്ചു വളരുമ്പോൾ ഉത്തരവാദിത്തത്തെപ്പറ്റി ബോധമുണ്ടാകുന്നു, അവന് രോഗമില്ലാതെ സുഖമായി മരണം വരെ ജീവിക്കാം. ആരോഗ്യത്തോടുകൂടി ജീവിക്കുക, ആരോഗ്യത്തോടുകൂടി ഇരിക്കുക, മരിക്കുക, അതൊക്കെ മഹാഭാഗ്യമാണ്. അത് കടമകളെ പറ്റി ബോധമുള്ളവന് മാത്രം കിട്ടുന്നതാണ്. ആ ബോധം വിദ്യാഭ്യാസം നിങ്ങൾക്ക് തരുന്നേയില്ല. അവകാശങ്ങളെ പറ്റിയുള്ള ബോധം കൊണ്ട് ബ്രെയിൻ ചീത്തയാവുകയാണ് ചെയ്യുന്നത്. അവകാശങ്ങളെ പറ്റി ബോധം വരുമ്പോൾ പാപങ്ങൾ മാത്രമാണ് ചെയ്തു കൂട്ടുന്നത്. ഓരോ നിമിഷവും കാലം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതാണ്. ഓരോ കോശവും നിങ്ങളിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതാണ്. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ 18 പൂജ്യമുള്ള സംഖ്യയാണ്. അത്തരം 20 ട്രില്യൺ കർമ്മങ്ങളാണ് ഒരു സെക്കൻഡിൽ, ഒരു നിമിഷത്തിൽ നിങ്ങളുടെ കോശങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അത്രയും പണിയെടുത്താലാണ് നിങ്ങളെ ആരോഗ്യത്തോടുകൂടി ജീവനോടുകൂടി നിർത്താൻ ഈ കോശങ്ങൾക്ക് പറ്റുക. അതിനനുസരിച്ച് സമഗ്രമായി നിങ്ങൾക്ക് പണിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആരോഗ്യം ഉണ്ടാവുക. അതിന് പറ്റുന്ന വിധം മസ്തിഷ്കം ശുദ്ധമായിരിക്കുക, മനസ്സ്, വാക്ക്, പ്രവൃത്തി ഇവ അതിനനുഗുണമായിരിക്കുക. ഇതിനൊക്കെയാണ് പഴയകാലത്ത് വിദ്യാഭ്യാസം പറയുക. ഇത് താറുമാറാക്കാൻ ഏതോ ബുദ്ധിജീവികൾ എവിടെ ഇരുന്നോ കാലണയുടെ പണിയെടുക്കാതെ കണ്ടുപിടിച്ചതെല്ലാം സ്വന്തമല്ലാത്ത ഏതോ ഭാഷയിൽ, മാതാപിതാക്കളുടേതല്ലാത്ത ഭാഷയിൽ പഠിച്ചൊരു ജന്മം പാഴാക്കി കോശങ്ങളെ വികൃതമാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്നത്തെ വിദ്യാഭ്യാസവും ജീവിതവും. കോശത്തിന്റെ ഭാഷ മാതാപിതാക്കന്മാരുടെയും ഗോത്രത്തിന്റെയുമാണ്. കോശത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഭാഷ അനുഭവ പ്രമാണത്തിലുള്ളതാണ്. ആ ഭാഷ മാറ്റി പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾ രോഗികളായി മാറി. പഠിച്ചതിന്റെ ഹുങ്കോ ചില്ലറയൊന്നും അല്ല തന്നെ. അവനവന് മനസ്സിലാകാത്തതും അന്യർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തതുമായ കുറെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഹുങ്കുള്ളത്. അതുകൊണ്ട് രോഗമെന്ന് പറയുന്നത് മാറണമെങ്കിൽ മരുന്ന് മേടിച്ച് കഴിക്കുകയല്ല ആദ്യം വേണ്ടത്, മര്യാദയാവുകയാണ്. നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസം വേർതിരിച്ചെടുക്കണം കുറെ കോശങ്ങൾ. അതിലെ പ്രാണവായുവിനെ സ്വീകരിക്കുകയും അല്ലാത്തതിനെ വിടുകയും ചെയ്യണം. അല്പമൊന്ന് തെറ്റിയാൽ ആൽഡിഹൈഡ് ഓക്സിഡൈസും സാന്തൈൻ ഓക്സിഡൈസും ഒക്കെ ഹൈഡ്രജൻ പെറോക്സൈഡുമായും മറ്റും ശരീരത്തിനകത്ത് പ്രതിപ്രവർത്തിക്കും. വളരെ സങ്കീർണമായ രീതിയിൽ നൈസന്റ് ഓക്സിജനും മറ്റും ശരീരം ഉണ്ടാക്കും. അത് ഏജിങ്ങിനും ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കും ഒക്കെ കാരണമായി തീരും. അതിനൊരു വിചാരം മതി. ഒരാഹാരം തെറ്റിക്കഴിച്ചാൽ മതി. ഒരു ചിന്ത വികലമായത് ബ്രെയിനിലേക്ക് വന്നാൽ മതി. മര്യാദാമസൃണമല്ലാതെ ഒരു പെണ്ണിനെയാണോ ആണിനെ പെണ്ണോ സ്വപ്നം കണ്ടാൽ മതി. അത്ര സങ്കീർണമാണ് ആരോഗ്യരംഗം. അതിനെ നിസ്സാരവൽക്കരിച്ചത് 100 കൊല്ലത്തിനുള്ളിലാണ്.
പാശ്ചാത്യ വൈദ്യസമ്പ്രദായത്തിൻ്റെ ആഗമനവും തോന്നിവാസം ജീവിച്ചോളൂ, ഞങ്ങൾ മരുന്ന് ഗിനിപ്പന്നിയിലൊക്കെ പരീക്ഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം, ലോകത്തെമ്പാടും ആകെ ഇത്രയും മരുന്ന് മതി എന്ന് പറയുന്ന വിഡ്ഢിത്തത്തെ വൈദ്യശാസ്ത്രമായി നിങ്ങൾ സ്വീകരിച്ചത് മുതലാണ് ഈ മാരകമായ പ്രശ്നങ്ങൾ മുഴുവൻ സങ്കീർണമായി വളർന്നത്. വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന അച്ഛനമ്മമാർ ഏതുതരം ആഹാരങ്ങൾ കഴിക്കരുത്, എങ്ങനെയുള്ള ഇടപാടുകൾ അരുത്, ഏതു തരത്തിൽ കുഞ്ഞുങ്ങൾ പെരുമാറണം, ഏതു തരത്തിൽ മുതിർന്നവർ പെരുമാറണം, ബാല്യം എങ്ങനെയായിരിക്കണം, കൗമാരം എങ്ങനെയായിരിക്കണം, വാർദ്ധക്യം എങ്ങനെയായിരിക്കണം, ആ പ്രായത്തിൽ കഴിക്കേണ്ട ആഹാരം എന്താണ്, ദിനചര്യ എങ്ങനെ, ഋതുചര്യ എങ്ങനെ, ഇന്ന മാസങ്ങളിൽ ഇന്ന ആഹാരങ്ങൾ കഴിക്കരുത്, ഇന്നതരം വസ്ത്രം ധരിക്കരുത്, ഇന്നതരം വസ്ത്രമേ ധരിക്കാവൂ, അതൊക്കെ മാറി ഏത് കാലത്തും ഏത് വസ്ത്രവും, ഏത് കാലത്തും ഏത് ആഹാരവും, ഏത് കാലത്തും ഏത് തോന്നിയവാസവും കാണിച്ചോളൂ, ഞങ്ങളുണ്ട് നിങ്ങളെ രക്ഷിക്കാനെന്ന് പറഞ്ഞൊരു വൈദ്യശാസ്ത്രം നിങ്ങളെ വഴിതെറ്റിക്കുകയാണ് ചെയ്തത് ഇക്കാലം അത്രയും. സൂക്ഷ്മദൃഷ്ടിയുള്ളവർക്ക് ഇത് വളരെ വേഗം മനസ്സിലാവും. ഇന്ന് നിങ്ങളുടെ എല്ലാ വീടുകളിൽ കൊച്ചുകുഞ്ഞിനും മുതിർന്നതിനും വയസ്സായതിനും ഗർഭിണിക്കും ഏത് അവസ്ഥയിലുള്ളതിനും ഏത് കാലത്തും ഏത് ദേശത്തും ഒരേ ആഹാരം ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇറക്കുമതി ചെയ്യുന്ന ആഹാരങ്ങൾ കേടുകൂടാതിരിക്കാൻ വളരെ പ്രിസർവേറ്റീവുകളും വളരെ വിഷവസ്തുക്കളും അതിനകത്ത് ചേർക്കണം. വൻതോതിൽ ഒരു നാട്ടിലുണ്ടാകുന്ന ആഹാരം കഴിക്കാതെ ഇറക്കുമതി ചെയ്ത ആഹാരം ലോകത്തിന് മുഴുവൻ കൊടുക്കേണ്ടി വരുമ്പോൾ വൻതോതിൽ ആഹാരം ഉണ്ടാക്കണം. അതിന് കൃത്രിമമായ മാർഗങ്ങൾ സ്വീകരിക്കണം. നാര് വലിച്ചു കളഞ്ഞ ഗോതമ്പും നാരെടുത്ത് കളഞ്ഞ ആപ്പിളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്ക അവയെല്ലാം പ്രത്യേക വിലയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ നാരില്ലാത്ത ഭക്ഷണം ചെയ്ത് കുടൽ താറുമാറാകുന്ന ഒരു ജനതയ്ക്ക് രണ്ടാമത് ടാബ്ലറ്റ് ഇറക്കണം. WHO ഈ കച്ചവടക്കാരും എല്ലാം ചേർന്ന് നിങ്ങളുടെ ആരോഗ്യമാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കഴിക്കുന്ന ആഹാരം പാരമ്പര്യ മര്യാദയ്ക്കുള്ളതും പ്രായത്തിനനുസരിച്ചുള്ളതും ഋതു മുതലായവയെ നോക്കിയുള്ളതും മര്യാദാമസൃണവുമാകുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ തന്തയ്ക്കും തള്ളയ്ക്കും മക്കൾക്കും സമയം കിട്ടുകയും മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് ആരോഗ്യം ഉണ്ടാകുന്നത്. കാലണയുടെ പണിയെടുക്കാതെ മുഴുവൻ സമയവും ഏതാണ്ട് തിരക്കാണെന്ന് അഭിനയിച്ച് നടക്കുന്ന ഒരു തലമുറയ്ക്ക് ആരോഗ്യം ഉണ്ടാവില്ല. നിങ്ങളിൽ ഒരാൾക്ക് പോലും ചുറ്റുപാടുകളോട് പൊരുത്തപ്പെടാനാവില്ല. വിദ്യാഭ്യാസം അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പഴയ തലമുറ സ്ത്രീകൾ പ്രായപൂർത്തി എത്തുന്നത് 18 കഴിഞ്ഞാണ്, പുരുഷന്മാർക്ക് പ്രായപൂർത്തി എത്തുന്നത് 25 കഴിഞ്ഞാണ്. 25 വയസ്സിന് മുമ്പുള്ള പുരുഷനോ 16 വയസ്സിന് മുമ്പുള്ള സ്ത്രീയോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മാരക രോഗങ്ങളാണ് ഭാവിയിലേക്ക് ഉണ്ടാവുക. ഇന്ന് ഈ ബന്ധങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് വിവാഹത്തിനും മറ്റുള്ളതിനും പോകുന്നത്. പാകമാകാതെ മനുഷ്യൻ പലതും ചെയ്തു കൂട്ടുകയാണ്. ആ മര്യാദകളൊക്കെ കുടുംബത്തിലുണ്ടായിരുന്നു. ഇന്ന് തന്തയും തള്ളയൊക്കെ അതിനൊക്കെ പ്രേരണ ചെയ്യുന്ന കാലമാണ്. കാരണം പുരോഗതിയാണ്. സ്കൂളുകളും കോളേജുകളും സഹവാസ ക്യാമ്പുകൾ കൊണ്ടും വേണ്ടാതിനം പഠിപ്പിക്കൽ കൊണ്ടും ആധുനിക പോസിറ്റീവ് റെമഡികൾ കൊണ്ടും ഒക്കെ വികൃതമാണ്. പുരോഗതി നേടി അമേരിക്കയിൽ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ, വിവാഹത്തിന് മുമ്പുണ്ടായ കുഞ്ഞുങ്ങളെ കൃഷിയിൽ ഏൽപ്പിച്ചിട്ട് പഠിക്കാൻ പോകുന്ന കാലമാണ്. അതൊക്കെ നിങ്ങളുടെ നാട്ടിലും വരാറായി കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യം എന്നത് ചുമ്മാ അങ്ങോട്ട് എന്നാൽ കിട്ടുന്നതല്ല. അതിന് പ്രകൃതിയിൽ ചില മര്യാദകളുണ്ട്. അത് അറിഞ്ഞു ജീവിക്കാൻ വിദ്യാഭ്യാസം ആദ്യം കൊടുക്കണം. അത് നിങ്ങൾക്കില്ല. പഴയ കാലത്ത് പരിചയസമ്പന്നരായ തന്തയും തള്ളയും ആ വിവാഹം നിശ്ചയിക്കുന്നത്. പ്രായപൂർത്തി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഒരു കൂട്ടുകുടുംബത്തിനകത്തേക്കാണ് ചെല്ലുന്നത്.
10-40 അംഗങ്ങളുള്ള 1000 സ്ക്വയർ ഫുട്ടിൽ താഴെ വീടുള്ള, മുറ്റം സിമെന്റിടാത്ത, മാർബിളും ഗ്രാനൈറ്റും പതിക്കാത്ത, ഓല കിട്ടിയ പുല്ലുമേഞ്ഞ വീട്ടിനകത്ത് കൽച്ചട്ടിയും കലങ്ങളുമായി പൊരുത്തപ്പെട്ടാണ് ജീവിച്ചു. 60-70 കൊല്ലം ഒരു കലം പൊട്ടിക്കാതെ, കൽച്ചട്ടി പൊട്ടിക്കാതെ, ഗ്ലാസ് പാത്രം പൊട്ടിക്കാതെ ഒരു സ്ത്രീ കുരുത്തം കെട്ട മക്കളോടും മക്കളുടെ മക്കളോടും ഒക്കെ ഒപ്പം ജീവിക്കുകയും അതെല്ലാം സൂക്ഷിച്ചു വെച്ച് തൻ്റെ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യണമെങ്കിൽ മാനസികാരോഗ്യം എത്ര വേണമെന്ന് ആദ്യം ആലോചിക്കുക. നിങ്ങളിൽ ഒരെണ്ണത്തിന് വിദ്യാഭ്യാസമുള്ളതിന്, ഈ വന്നിരിക്കുന്നതിന് മാനസികാരോഗ്യം അതിൻ്റെ 100-1 എന്ന് നോക്കുക. ആരോഗ്യം മേടിക്കാൻ കുറ്റിയും പറിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ആ വീട്ടിലുള്ള പശുക്കൾ, ആടുകൾ, കോഴികൾ, അതിന് ചുറ്റും നിൽക്കുന്ന സസ്യജാലങ്ങൾ, ഇവയോടൊക്കെ എങ്ങനെ പൊരുത്തപ്പെട്ടാണ് കഴിഞ്ഞ തലമുറ ജീവിച്ചു വന്നത്? തൻ്റെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങൾ തുടങ്ങി അനേകം കുഞ്ഞുങ്ങൾ, വയസ്സായ വല്യമ്മയും വല്യപ്പനും 2-3 തലമുറയിലെ, അവർക്ക് ചവയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് ആഹാരം പൊടിച്ചു കൊടുത്തും കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കി കൊടുത്തും ഒക്കെ എത്ര സ്നേഹമസൃണമായി അന്നത്തെ തലമുറ ജീവിച്ചു. അങ്ങനൊന്ന് ജീവിക്കണമെങ്കിൽ എത്ര ആരോഗ്യം വേണം? നിങ്ങൾ ഈ ഇരിക്കുന്നതിൽ ഒരെണ്ണത്തിന് അങ്ങനെ ജീവിക്കാനുള്ള കഴിവില്ലാത്തപ്പോൾ നിങ്ങളുടെ ആരോഗ്യം നേരത്തെ പോയതല്ലേ? ആരോടെങ്കിലും നിങ്ങൾ പൊരുത്തപ്പെടുവോ? വിറക് പെറുക്കിക്കൊണ്ടെന്ന് കത്തിക്കണം, വെള്ളം ചുമന്നുകൊണ്ടിരണം, പുല്ല് പറിക്കണം, തുണികൾ എല്ലാവരുടെയും കൊണ്ടുപോയി നനയ്ക്കണം, കൃഷിയുണ്ടെങ്കിൽ നെല്ല് വാരി വെളിയിലിടണം, വെളിയിൽ നിന്ന് വാരി പെരക്കകത്തിടണം. ഇതെല്ലാം ചെയ്തിട്ട് തുമ്മിയില്ല, ചീറ്റിയില്ല, അലർജി ഉണ്ടായില്ല. കൊച്ചുകുഞ്ഞിനൊരു ആഹാരം, മുതിർന്നതിന് വേറൊരു ആഹാരം, വയസ്സായതിന് മറ്റൊരാഹാരം, ഗർഭിണിക്ക് വേറൊരു ആഹാരം, ഇതൊക്കെ ഈ പെണ്ണുങ്ങൾ ഉണ്ടാക്കണം. എല്ലാവർക്കും കൊടുത്ത് പട്ടിണി കിടക്കണം. ഇത്രയും കഷ്ടപ്പെട്ട, മിക്സി ഇല്ലാത്ത, ഗ്രൈൻഡർ ഇല്ലാത്ത, ഫ്രിഡ്ജില്ലാത്ത, ഫ്രീസറില്ലാത്ത, മല്ലിയുടെയും ജീരകത്തിന്റെയും മുളകിന്റെയും പൊടി വാങ്ങിക്കാനില്ലാത്ത, മുഴുവൻ കല്ലിലരച്ച് രാപകൽ അധ്വാനിക്കേണ്ടി വന്ന അത്തരം സ്ത്രീയാണ് കഴിഞ്ഞ തലമുറയിൽ രാവിലെ കഴിച്ചിട്ട് പോയവനും, ഉച്ചയ്ക്ക് കൊണ്ടുപോയി കഴിച്ചവനും, 4 മണിക്ക് ക്യാൻറ്റീനിൽ നിന്ന് തിന്നിട്ട് വരുന്നവനും, ചിലപ്പോൾ അല്പം വെള്ളമടിച്ചിട്ട് വരുന്നവനുമായവനെ സ്നേഹമസൃണമായി കാത്തിരുന്നത്. എത്ര ആരോഗ്യം വേണം ആ സ്ത്രീക്ക്, ആ കാത്തിരിപ്പിന്? വിമൻസ് ലിബറേഷനുകൾ, മത നേതാക്കന്മാർ, ആക്ടിവിസ്റ്റുകൾ, പാർട്ടി പ്രസ്ഥാനങ്ങൾ, പാർട്ടികളുടെയും മറ്റും സ്ത്രീ വിഭാഗങ്ങൾ, ജാതിയുടെയും മതത്തിന്റെയും സ്ത്രീ വിഭാഗങ്ങൾ ഹോട്ടലുകളിൽ ഒന്നിച്ചു കൂടുകയും സമ്മേളനം നടത്തുകയും ജാഥ നയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്റെയും പുരുഷൻ സ്ത്രീയുടെയും ശത്രുവാണെന്ന് പഠിക്കുകയും സാമൂഹിക മനോഭാവം നഷ്ടപ്പെടുകയും ആരോഗ്യം തകരുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ആരോഗ്യം ഉണ്ടാവുക? മരുന്ന് മേടിച്ചുകൊണ്ട് പോയാൽ ആരോഗ്യം ഉണ്ടാവുമോ? നിങ്ങളുടെ മനസ്സിന് അല്പമെങ്കിലും ആരോഗ്യമുണ്ടോ? അല്പമെങ്കിലും പൊരുത്തപ്പെടാൻ കഴിയുമോ? നിങ്ങളെ ഇരിക്കുന്ന സ്ത്രീകൾ മുഴുവൻ, പുരുഷന്മാർ മുഴുവൻ നിങ്ങളുടെ ശത്രുക്കളാണെന്നും പുരുഷന്മാർ സ്ത്രീകൾ മുഴുവൻ ശത്രുക്കളാണെന്നും വിചാരിച്ചിട്ട് പിന്നെ കെട്ടിപ്പിടിക്കാനും ഒന്നിച്ച് ജീവിക്കാനും ഇണചേരാനും പോകുന്നു. വികൃത ജീവികൾ. ശത്രുക്കളാണെങ്കിൽ പരസ്പരം കാണാതിരിക്കണം, ആരോഗ്യം വേണമെങ്കിൽ. തിന്നണം, കുടിക്കണം, ഇണചേരണം. അതിന്റെ സമയത്തൊക്കെ പുരുഷൻ സ്ത്രീക്കും സ്ത്രീ പുരുഷനും വേണം. അതിനിടയിൽ പോലും മാനസികമായി ശത്രുക്കളും. നിങ്ങൾ എവിടെ ചെന്ന് ആരോഗ്യം മേടിക്കാനാണ് നടക്കുന്നത്? നിങ്ങൾക്ക് എന്താ ആരോഗ്യം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്? ആരും അറിയാതെ, അധ്വാനിക്കാതെ
വല്ലവനെയൊക്കെ പറ്റിച്ച് കുറെ കാശും മടിശീലയിലിട്ട് കാറും പിടിച്ച് രാവിലെ ഇറങ്ങുകയാണ് മരുന്ന് തണ്ടാനായിട്ട്. ഈ വ്യാപാരത്തിന്റെ സുഖം അങ്ങ് നിർത്തണം. ഞാൻ പറഞ്ഞത് ശരിയാണോ കാരണത്? ഞാൻ പറഞ്ഞത് ശരിയാണോ? നിങ്ങൾക്കൊന്നും ആരോഗ്യം ഉണ്ടാവില്ല. മരുന്ന് ആരുടെ വാങ്ങിച്ചുകൊണ്ട് പോയാലും മനസ്സ് മാറുമോ എന്ന് നല്ല പോലെ ആലോചിച്ചിട്ട് മാത്രമേ മരുന്നിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാവൂ. നിങ്ങൾക്ക് ആർക്കും ഉത്തരവാദിത്തങ്ങളില്ല. എല്ലാവർക്കും സുഖം വേണം. ചുമ്മാ ഉണ്ടാവില്ല സുഖം. ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങളുടെ കോശം ചെയ്യുന്ന കർമ്മങ്ങൾ, അതിലേക്ക് നിങ്ങൾ വിചാരിക്കുന്ന വിചാരങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, അവ ഓരോ നിമിഷവും രോഗത്തെ ജനിപ്പിച്ചുകൊണ്ടിരിക്കും. കോശങ്ങൾ ഓരോ നിമിഷവും ഉണ്ടാകുന്നു, ഓരോ നിമിഷവും മരിക്കുന്നു. ആ കോശങ്ങളിൽ വരുന്ന മാറ്റമാണ് രോഗങ്ങളുടെ അടിസ്ഥാനം. അതിൽ നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ മനസ്സ്, ഇവയൊക്കെ പാപസഞ്ചയങ്ങളെ കടത്തിവിടുമ്പോൾ ഇതിനു മുമ്പ് എൻ്റെ കോശത്തിനകത്തേക്ക് എന്തെല്ലാം പാപങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ അതെല്ലാമാണ് ഇന്നത്തെ എൻ്റെ രോഗം. എന്തെല്ലാം പുണ്യം കടന്നു വന്നിട്ടുണ്ടോ അതാണ് ഇന്നത്തെ എൻ്റെ ആരോഗ്യം. പുണ്യത്തിന്റെ ഫലം വേണം, പാപം ചെയ്യുകയും വേണം. നടക്കുകയില്ല. കഴിഞ്ഞ തലമുറയിലെ ഒരു സ്ത്രീക്ക് പോലും പ്രമേഹമുണ്ടായില്ല, പ്രഷർ ഉണ്ടായില്ല, ഒരവയവത്തിലും ക്യാൻസർ വന്നില്ല. എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട സ്ത്രീകൾ എത്ര ആരോഗ്യത്തോടുകൂടി നിന്നു. പുരുഷന് എല്ലാ രോഗവും ഉണ്ടായിരുന്നു. പുരുഷനെ കയ്യെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോകുന്ന സ്ത്രീ അല്ലാതെ സ്ത്രീയെ കയ്യെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പുരുഷനെ ആശുപത്രിയിലേക്ക് പോകുന്നത് അന്ന് കണ്ടില്ല. കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ, ഭർത്താവിന് രോഗം വരുമ്പോൾ, വയസ്സായ അച്ഛനമ്മമാർക്ക് രോഗം വരുമ്പോൾ ആ വീട്ടിലെ സ്ത്രീകളാണ്, ഒരു പഠിപ്പുമില്ലാത്ത സ്ത്രീകളാണ് അനേകം ഔഷധങ്ങൾ കണ്ടുപിടിച്ച് ഉണ്ടാക്കി സ്നേഹപൂർവ്വം കൊടുത്ത് രോഗത്തിൽ നിന്ന് മോചനം നേടിച്ചത്. നിങ്ങളിരിക്കുന്നവരിൽ പ്രായം ചെന്നവർക്കെല്ലാം അറിയാം, ഒരു പനി വന്നാൽ ഒരു പൊടിയരിക്കഞ്ഞി അമ്മ നന്നായി വിളമ്പി കൊടുത്താൽ ആ പനി പോകുമായിരുന്നു. ഒരു പൈസയുടെ മരുന്ന് വേണ്ട. ഒരു കമ്പിളി പുതപ്പിച്ച് കിടത്തിയാലൊന്ന് വേർക്കുമ്പോൾ പനി പോകുമായിരുന്നു. അതിന്റെ സ്ഥാനത്ത് നിങ്ങൾ എത്ര മരുന്നൊന്നും കൊടുക്കുന്നുണ്ട്? ഒരു രോഗവും പോകുന്നില്ല. രാവിലെ എഴുന്നേറ്റ് വരുന്ന കുട്ടിയെ വീട്ടുമുറ്റത്ത് വെച്ചിരിക്കുന്ന ചെമ്പുപാത്രത്തിലെ വെള്ളം ചൂടാക്കിക്കണം. കരികില പെറുക്കി സഹോദരനും സഹോദരിയും ഒക്കെ കൂടെ പോയി കരികില കൊട്ടയ്ക്കകത്ത് പെറുക്കി അത് ചവിട്ടി ഒതുക്കി സഹോദരിയെയോ സഹോദരനെയോ ഇളയാളിനെ കൊട്ടയ്ക്കകത്തോട്ട് കയറ്റി ചവിട്ടിച്ച് അത് ഒതുക്കി ചുമന്ന് കൊണ്ടുവന്ന് വെള്ളം ചൂടാക്കി കാർന്നോന്മാർക്ക് കുളിക്കാൻ കൊടുക്കുമ്പോൾ ചെറുപ്പത്തിലെ പഠിപ്പിച്ചിരുന്നു, എന്താണ് നിന്റെ ഉത്തരവാദിത്വമെന്ന്. അങ്ങനെ പഠിപ്പിച്ച് അത് ചെയ്തില്ലെങ്കിൽ തല്ലുകൊടുത്ത് ചാണകം വാരിച്ചിരുന്നു, പശുവിനെ ഇറക്കി കെട്ടിച്ചിരുന്നു, പുല്ല് പഠിപ്പിച്ചിരുന്നു, വെള്ളം കോരിച്ചിരുന്നു, മുറ്റം തൂപ്പിച്ചിരുന്നു. അങ്ങനെ പണിയെടുത്ത് പഠിപ്പിച്ച് പഠിക്കാൻ പോകുമ്പോൾ ഇന്ന് ഫീസില്ല, തരാനിവിടെ കാശില്ലാത്തത് കൊണ്ടാണ് നീ ഇന്ന് പോകണ്ട, അല്ലെ പോയാൽ നിന്നെ തല്ലുകിട്ടി ഇറക്കി നിർത്തുമ്പോൾ അത് നീ അനുഭവിക്കണം, കഷ്ടപ്പെട്ട പണം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇറക്കി നിർത്തിച്ച് പഠിപ്പിച്ച് കൃഷിക്കാരനായോ അധ്യാപകനായോ മറ്റുള്ളതായോ തീർന്ന കഴിഞ്ഞ തലമുറയിലെ മക്കൾ തന്തയുടെയും തള്ളയുടെയും തല്ലുകൊണ്ടിട്ടും പഴഞ്ചോറൊക്കെ കഴിച്ചിട്ടും ആ തള്ളയും തന്തയും പൊന്നുപോലെ നോക്കും. കാരണം ആരോഗ്യമുള്ളൊരു മനസ്സ് അവർക്കുണ്ടായി. നിങ്ങളുടെ പുത്തൻ തലമുറയിൽ ഒട്ടേറെ ഔഷധങ്ങൾ കഴിച്ച് ആശുപത്രിക്കകത്ത് പ്രസവിച്ച് ഒട്ടേറെ ഇഞ്ചക്ഷനുകളും ബഹളങ്ങളും ചെയ്ത് ജനിക്കുന്ന കുഞ്ഞിന് വാക്സിനേഷനും ബഹളങ്ങളും കാണിച്ച് ആരോഗ്യത്തിന് കഴിക്കാനുള്ള ടിൻ ഫുഡുകളെല്ലാം വാങ്ങിക്കൊടുത്ത് അല്പം മുതിർന്ന് തിന്നറായാൽ ലേസും ബർഗറും
ഒക്കെ വാങ്ങി പാക്കറ്റും പടി 2.5 വയസ്സ് മുതൽ തിന്നാൻ കൊടുത്ത് 3 വയസ്സാകുന്നതിനുള്ളിൽ LKG ലക്ഷങ്ങൾ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിച്ച് രാവിലെ ഉടുത്തൊരുക്കി തയ്യും പൂട്ടും ഒക്കെ ഇടിച്ച് നടന്നു പോകാൻ കുഞ്ഞ് പഠിക്കരുത് എന്ന് തീരുമാനിച്ച് വണ്ടികളിൽ പൈസ കൊടുത്ത് കയറ്റിവിട്ട് പഠിപ്പിച്ച് ഓരോ സ്റ്റേജിലും പൈസ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിച്ച് MBBS MD ഒക്കെ എടുപ്പിച്ച് ഈ പണം മുഴുവൻ ചെലവാക്കിയിട്ട് ആ കുട്ടികൾ തന്നെത്താൻ തനിക്ക് വേണ്ട കമിതാവിനെ ഭർത്താവിനെ ഭാര്യ സ്വയം കണ്ടുപിടിച്ച് എതിർപ്പ് കൂടാതെ അതിന് വിവാഹം നടത്തിക്കൊടുത്ത് ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്ത് കയ്യും കാലും കഴുത്തും നിറച്ച് ആഭരണം കൊടുത്ത് ഫ്ലാറ്റും ബംഗ്ലാവും അവിടെ താമസിക്കാൻ സൗകര്യത്തിന് ഫ്ലാറ്റും ബംഗ്ലാവും കൊടുത്ത് സഞ്ചരിക്കാൻ വാഹനവും വാങ്ങിച്ചു കൊടുത്ത തന്തയും തള്ളയും ഒരു ദിവസം കൂടെ താമസിക്കുമോ നിങ്ങളുടെ വർഗം? നന്ദി കേട്ടവർ. അല്പം കാശായാൽ അതിനെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ വിടുകയല്ലേ? ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കും എങ്ങനെ ആരോഗ്യം ഉണ്ടാവും? ഉണ്ടാവില്ല. നിങ്ങളുടെ കോശങ്ങൾ ഇത് മുഴുവൻ അനുഭവിച്ചാണ്. ആ തന്ത എടുത്തുകൊണ്ട് കിടന്നത്, അഡ്മിഷൻ വാങ്ങിച്ചു തന്നത് ഒക്കെ അനുഭവിച്ച ആ കോശങ്ങൾ നിങ്ങളെ കൊല്ലുകയല്ലാതെ, നിങ്ങൾക്ക് മാരക രോഗങ്ങൾ തരികയല്ലാതെ, അതിന്റെ 20 ട്രില്യൺ വർക്ക്സ് പൂർണ്ണമായും വികലമാവുകയല്ലാതെ ഒരളവിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ കോശങ്ങൾ പ്രവർത്തിക്കില്ല. അതാണ് നിങ്ങളുടെ രോഗം. ഈ ഭാഷ മനസ്സിലാവൂ? ഈ ഭാഷ മനസ്സിലാവൂ? ഈ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവൂ? നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് സമ്മതിക്കുമോ? നിങ്ങളുടെ പണക്കൊഴുപ്പ് ഇതിന് അനുകൂലമാവോ? വെറുതെയുള്ള മരുന്നെല്ലാം മേടിച്ചുകൊണ്ട് പോകണ്ട. മനസ്സിലാവൂ? ഇത് നിങ്ങളുടെ സിലബസിലുണ്ടോ? ഈ സ്കൂളില് ഉണ്ടോ? ഇത് വല്ല സാമൂഹ്യ പ്രവർത്തകരും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും പൊത്തനം വായിക്കുമ്പോൾ പുറത്ത് ഷട്ടിയിട്ട് അതിന്റെ സൈഡിൽ തോക്കും വെച്ച് നിൽക്കുന്ന പെണ്ണുങ്ങളുടെ ഫോട്ടോയുള്ള 100 പുസ്തകം നിന്നുകൊണ്ട് വരെ വായിക്കുന്ന നിങ്ങളുടെ തലമുറയ്ക്ക് ബസ്സിലും ട്രെയിനിലും നിന്ന് വരെ വായനയാ. എന്തിനു വായിക്കുന്നു? സ്വയം നശിക്കാൻ. ഒരക്ഷരം നിങ്ങളുടെ തലയ്ക്കകത്ത് നന്നാകാനുള്ളത് കയറിയിട്ടുണ്ടോ? രാവിലെ വണ്ടിയും പിടിച്ച് വന്നിരിക്കുകയാണ്. വരണ്ടായിരുന്നു എന്ന് തോന്നില്ലേ? ഇപ്പം ഞാൻ മരുന്നിന്റെ കച്ചവടക്കാരനല്ല. എന്റെ പണിയൊക്കെ വേറെയാ. മരുന്നൊന്നും മേടിക്കണ്ട. മര്യാദയ്ക്ക് ജീവിച്ചാൽ രോഗം മാറും. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിലോ നിങ്ങളുടെ കോശങ്ങൾ നിങ്ങളെ കൊല്ലും. അത് കില്ലർ ഹോർമോൺസ് ഉണ്ടാകും ശരീരത്തിനകത്ത്. ശരീരത്തിനകത്ത് സ്വയം ശരീരത്തിനുള്ളിൽ നിന്ന് ഓട്ടോടോക്സിൻസ് അടങ്ങുന്ന ഒട്ടേറെ കില്ലർ ഹോർമോണുകൾ ഉണ്ടാക്കാൻ പറ്റിയതായി ശരീരം. അത് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും മനസ്സും അനുസരിച്ചാണ്. നിങ്ങളുടെ പൂർവ്വപൂർവ്വ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കില്ലർ ഹോർമോണുകളാണ് നിങ്ങളെ കൊല്ലുന്നത്. അതിന് നിങ്ങൾ പുതുതായി കഴിക്കുന്ന മരുന്നുകളും അവയെ സഹായിക്കുകയല്ലാതെ അവ മാറാൻ പര്യാപ്തമല്ല. ഇതാണ് എനിക്കറിയുന്ന വൈദ്യശാസ്ത്രം. നിങ്ങൾ കാണുന്ന വൈദ്യശാസ്ത്രമല്ല ഞാൻ ചെയ്യുന്നത്. കഷ്ടപ്പെട്ട് അത്രയും പണിയെടുത്ത് നിന്നൊരു സ്ത്രീ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്ത് കിടത്തിയുറക്കി 3 നേരമോ 4 നേരമോ കഴിച്ചിട്ട് വരുന്നവനെ കാത്തിരിക്കുകയാണ് ക്ഷമയോടെ, പട്ടിണിയായി. ആ പട്ടിണി കിടന്നവളുടെ ആരോഗ്യം നാട്ടിൽ ആർക്കുമില്ല.
ഒരാൾക്ക് പോലുമില്ല. ഒന്ന് ആലോചിച്ചോ. അതും കഴിഞ്ഞ് അവൻ വന്നാൽ ചൂടുവെള്ളം കുടിക്കാൻ കഞ്ഞിവെള്ളത്തിൽ പുളിശ്ശേരി ഒഴിച്ച് അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി മാങ്ങാക്കറി ഒഴിച്ചോ പുളിശ്ശേരി ഒഴിച്ചോ ഏതാണ് അവന് രുചികരം. നിങ്ങളിന്ന് വിദ്യാസമ്പന്നർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഇഷ്ടം എന്താണെന്ന് ഒരു പ്രാവശ്യം പോലും ചിന്തിക്കുന്ന പുരുഷനോ എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഇഷ്ടം നടപ്പാക്കി കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയോ ഇല്ല. പരമാവധി അവൻ്റെ ഇഷ്ടങ്ങളെ തകർത്ത് അവൻ്റെ സ്വസ്ഥത കെടുത്തണമെന്ന് ആലോചിക്കുന്ന സ്ത്രീയും പരമാവധി അവളുടെ ഇഷ്ടങ്ങൾ തകർത്ത് കളഞ്ഞ് ജീവിതം വികലമാക്കണമെന്ന് ഗവേഷണം ചെയ്യുന്ന പുരുഷനും അല്ലാതെ നിങ്ങളുടെ ഇടയിൽ വിദ്യാഭ്യാസമുള്ള ഒരെണ്ണം ഉണ്ടോ എന്ന് ആലോചിക്കുക. എന്നിട്ട് ആരോഗ്യത്തിന് തെണ്ടുക. അങ്ങനെയാണോ? ഈ മനസ്സുള്ള നിങ്ങളായി മരുന്നെല്ലാം കൊണ്ടുപോയി വലിച്ചു കയറ്റാൻ പോകുന്നത് എന്തിന്? നിങ്ങളുടെ അകത്തേക്ക് വിട്ടാൽ ഒരു മരുന്നും മരുന്നല്ലാതാവും. അവന് ഇന്നത്തെ പോലെ കറങ്ങുന്ന ഡൈനിങ് ടേബിളും കാര്യമൊന്നുമില്ല. അടുക്കളയിൽ തന്നെ ഒരു ഇരുമ്പ് വിഞ്ഞാണത്തിൽ കഞ്ഞി വിളമ്പി പഴുത്ത പ്ലാവില കുത്തി അടുക്കലിരുന്ന് കൊടുക്കുമ്പോഴുള്ള സ്നേഹം, ആ സ്നേഹം അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ആ കഴിക്കുന്ന ആഹാരം മുഴുവൻ അമൃതായി മാറും. അത് കോശാന്തരങ്ങളുടെ ഓരോ സെക്കൻഡിലുമുള്ള ട്രില്യൺ കണക്കിനുള്ള പ്രവർത്തനങ്ങളിൽ അനുസ്യൂതമായ ആരോഗ്യത്തെ പ്രദാനം ചെയ്യും. ഭക്ഷണത്തോടൊപ്പം അവൾ പറയുന്ന വാക്ക്, മധുരോദാരമായ വാക്ക്. നിങ്ങളിൽ ഏതവളാണ് ഒരു ഭക്ഷണം വിളമ്പിക്കൊടുത്ത് കുഞ്ഞിനോട് തന്തയോട് സ്നേഹമായി ഒന്ന് സംസാരിച്ചിട്ടുള്ളത്? ഈ സൗകര്യങ്ങളുടെ നടുക്ക് ഉടുത്തു ഒരുങ്ങി അടുക്കളയ്ക്കകത്തും ഡൈനിങ് ഹാളിലും ഒക്കെ ചെരുപ്പ് ഇട്ട് അത്തരം കുടുംബങ്ങളിലേക്ക് ഈ മരുന്നും കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാൻ? എന്താ കാരണവരെ നോക്കുന്നത്? ഞാൻ നുണ പറഞ്ഞു? സത്യമുണ്ടോ? വെറുതെ ആവശ്യമില്ല മരുന്നുകൂടെ കൊണ്ടുപോയി കളയണ്ട, പോയി പണി നോക്ക്. നിങ്ങളിരിക്കുന്നിടത്ത് ആരോഗ്യം ഉണ്ടാവില്ല. നിങ്ങൾ എന്ന് വലത്തുകാല് വെച്ച് ഭൂമിയിലേക്ക് വന്നോ അന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യമൊക്കെ തീർന്നതാ. കണ്ടാ കുളിക്കേണ്ട വർഗം. ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരിക്കുമല്ലോ ഇതല്ലേ? ജീവിതത്തിൽ ഇത് ആദ്യത്തെ അനുഭവമായിരിക്കുമല്ലോ മരുന്ന് മേടിക്കാൻ വന്നിട്ട് കുണാരം കേൾക്കേണ്ടി വരുന്നത്. ഇത് പ്രതീക്ഷിച്ചൊന്നുമല്ലല്ലോ. ഞാൻ ചീത്തയാ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരെണ്ണം അസത്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തല്ലാം. ഒരു ദയ എന്നോട് കാണിക്കണ്ട. സത്യമാണെങ്കിൽ നിങ്ങൾ തിരുത്തിയിരിക്കണം. തിരുത്തിയിട്ട് മാത്രമേ ഇതിനകത്തോട്ട് കയറാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോവാം. ഒരു ദയയും ഈ കാര്യത്തിലില്ല. ഭക്ഷണം വിളമ്പി കൊടുത്ത് കഴിപ്പിച്ച് അവന് ഷീറ്റും വിരിച്ച് കൊടുത്ത് ആരും പഠിപ്പിച്ചിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. സംസ്കാരം. തിരിച്ചു വന്ന് ഒരു നേരം ആഹാരമുണ്ടെങ്കിൽ കഴിച്ച് പാത്രങ്ങളും മോറി വെച്ച് പോയി കിടന്നാൽ അവന്റെ കാമനയ്ക്ക് വിധേയമാവുമ്പോൾ മകള് പ്രസവിച്ചിട്ട് 2 എണ്ണത്തിനെ കൂടെ 4 മുതൽ 10 വരെയെങ്കിലും ഒരു സ്ത്രീ പ്രസവിക്കും. ഗർഭിണിയായാൽ 1 പൈസയുടെ മരുന്നില്ല, ഒരാശുപത്രി പോക്കുമില്ല. വയറ്റിലൊരു കുഞ്ഞും വെളിയിലൊരു കുഞ്ഞും തലയിലൊരു കുടം വെള്ളവും.
ചുമന്ന് കഷ്ടപ്പെട്ട് പ്രസവ വേദന വരുമ്പോൾ വീട്ടിലുള്ള പുരുഷന്മാർ ആരെങ്കിലും ഓടിപ്പോയി ഒരു പതിച്ചിയെ വിളിച്ചുകൊണ്ടുവന്നാൽ വിദ്യാഭ്യാസമില്ലാത്ത അവൾ ഒരു പാത്രം ചൂടുവെള്ളവുമായി ലുങ്കി ഉടുത്ത പടിയിൽ കാലും കൈയും കഴുകി പെരക്കകത്തേക്ക് കയറി അപ്പുറത്ത് കോഴി പുരുന്നയ്ക്ക് കയറിയ കോഴി മുട്ടയ്ക്ക് കയറിയ ഇപ്പുറത്ത് പിള്ളേർ തൂളിമുള്ളി കിടക്കുന്ന നെല്ലപ്പുറത്ത് കൂട്ടിയിട്ടിരിക്കുന്ന പെരക്കകത്ത് പ്രസവം എടുത്തിട്ട് എത്ര എൻകഫാലൈറ്റിസ്, ഹൈഡ്രോകഫാലസ്, മൈക്രോകഫാലസ്, പെറ്റിറ്റ് മാൽ, ഗ്രാൻഡ് മാൽ കണ്ടു. ഒരു ജാഥയ്ക്കുള്ള പിള്ളേരെ പ്രസവിച്ചിട്ട് ഈ രോഗങ്ങളൊന്നും അന്ന് പിള്ളേർക്ക് കണ്ടില്ല. ശരിയുണ്ടോ കാരണവരെ? ഒരു ജാഥയ്ക്കുള്ള പിള്ളേരെയാ സ്ത്രീകൾ പ്രസവിച്ചത്, നല്ല ആരോഗ്യമുള്ള കിടാമുട്ടന്മാരെ. ഒറ്റ ഓട്ടിസം അന്ന് ഡിറ്റക്ട് ചെയ്തിട്ടില്ല. വളർത്തിക്കൊണ്ടെന്ന് അവരെ നോക്കി നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു, തള്ളെ നിങ്ങൾക്ക് വളർത്താൻ അറിയാവോ? രാവിലെ പോയി അയൽവക്കത്തെ വീട്ടുമുറ്റവും കൂടെ തൂത്തുവാരി അവിടുന്ന് കിട്ടുന്ന പഴങ്കഞ്ഞി കൂടി കൊണ്ടുവന്ന് കുടിപ്പിച്ച് അധ്യാപകനും എഞ്ചിനീയറും ഡോക്ടറും അധ്യാപികയും ഒക്കെയാക്കി വളർത്തിയ മക്കൾ ആ തള്ളയോട് ചോദിച്ചത്, നിങ്ങൾക്ക് വളർത്താൻ അറിയാവോ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് ചോദിച്ചവന്മാരുമായി വന്നിരിക്കുന്നത്. ശരിയല്ലേ? തള്ളയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങൾക്ക് വളർത്താൻ അറിയാവോ തള്ളേ? 10 എണ്ണത്തിനെ പ്രസവിച്ച തള്ളയോട് ചോദിച്ചപ്പോ മര്യാദാമസൃണമായ ആരോഗ്യമുള്ള അവൾ നിങ്ങളോട് പറഞ്ഞത്, ഇല്ല കുഞ്ഞുങ്ങളെ, എനിക്കറിയില്ല. അറിയാവുന്ന അഹങ്കരിച്ചില്ല. നിങ്ങൾ അഹങ്കാരത്തോടെ ചോദിച്ചേ. ആ ചോദ്യത്തിന് അവൾ ഉത്തരം പറഞ്ഞത്, എനിക്കറിയില്ല മോളെ, എനിക്കറിയില്ല മോനെ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ. ഞാനീ പാത്രം തേച്ചും പഠിക്കാമെടുത്തും നടന്നവൾ. എനിക്കറിയുന്ന വിധമൊക്കെ നിങ്ങളെ വളർത്തി, നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നു. നീ ഇന്ന് എഞ്ചിനീയറാണ്, നീ ഇന്ന് ഡോക്ടറാണ്, നീയോ അധ്യാപകനാണ്, നീ IT കാരിയാണ്, IT കാരനാണ്. നിങ്ങൾ ഉടുത്ത വസ്ത്രമൊന്നും ഞാൻ കണ്ടിട്ടില്ല കുട്ടിക്കാലത്ത്. നിങ്ങൾ തലജീവിക്കുന്ന ഫാഷനുകളൊന്നും എൻ്റെ കുട്ടിക്കാലത്തില്ല. ബ്യൂട്ടി പാർലറില്ല, പൊടികിടികളില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ പോലുള്ള വിവരമൊന്നുമില്ല. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് വിവരമുണ്ടല്ലോ. നന്നായി വളർത്തണം കുഞ്ഞുങ്ങളെ എന്ന് സൗമ്യമായി പറയല്ലാതെ ഒരു എതിർപ്പ് പോലും പറഞ്ഞില്ല. നിങ്ങളോ എഞ്ചിനീയറും ഡോക്ടറും അധ്യാപകനും അധ്യാപികയും ഉടുത്തൊരുങ്ങിയവളും മുടി ബോബ് ചെയ്തവളും അങ്ങോട്ട് തിരിച്ചു കെട്ടിയവളും കാൽസരായിട്ടവളും ഉടുത്താൽ ഉടുക്കാത്ത പോലെ നടന്നവളും നടന്നവനും ഒക്കെ ശരിയല്ല. ശരിയല്ല. മക്കളെ വളർത്തി എങ്ങനെ? ഗർഭിണിയായി ആഴ്ചയിൽ ചെക്കപ്പ്, ലക്ഷങ്ങളുടെ ചെലവ്, വൈറ്റമിൻ കൂടിയ ആഹാരങ്ങൾ, ഇഞ്ചക്ഷനുകൾ, കുഞ്ഞിന് വാക്സിനേഷനുകൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കകത്ത് സൂപ്പർ സ്പെഷ്യൽ ഡോക്ടർ, പരിവാരങ്ങൾ, ഒരുപാട് ഉപകരണങ്ങൾ. 1 അല്ലെങ്കിൽ 2 നിങ്ങൾ പ്രസവിച്ചുള്ളൂ. ഒരുപാടൊന്നും പ്രസവിച്ചില്ല, തള്ള പ്രസവിച്ച പോലെ. അറിവുള്ളവരല്ലേ? 1 പ്രസവിച്ചിട്ട് ജനിച്ച കുഞ്ഞിനൊക്കെ എൻകഫാലൈറ്റിസ്, ഹൈഡ്രോകഫാലസ്, മൈക്രോകഫാലസ്, പെറ്റിറ്റ് മാൽ, അല്പം വളർന്നു വരുമ്പോഴേ കോട്ടിസം, വികലമായ ബുദ്ധിമാന്ദ്യം. ശരിയാണോ കാരണമല്ലേ? നാണം കെട്ട വർഗം. ബോധമുണ്ടെങ്കിൽ ചിന്തിക്ക്. നിങ്ങളുടെ ഈ പേരിന്റെ അടുത്ത് ഡിഗ്രിക്കൊന്നും യാതൊരു വിലയില്ലെന്ന്. കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷ് പഠിച്ചതിന്റെ പേരിൽ അന്യനെ ഇനിയെങ്കിലും നിന്ദിക്കരുതെന്ന്. ഇംഗ്ലീഷിലെ 12 വാക്കറിയാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിവരം ഉണ്ടായി എന്ന് ധരിക്കരുതെന്ന് ആദ്യം പഠിക്കുക. മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കുക, മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിക്കുക, ആരോഗ്യം ഉണ്ടാവും. ദേഷ്യം വരുന്നില്ലേ? ശക്തി പോരെങ്കിൽ വിമൻസ് ലിബറേഷനെ കൂടെ വിളിച്ചോണ്ട് പോരെ. ഈ ഉപ്പൂറ്റി പൊങ്ങിയ ചെരുപ്പും കുടയും പടിയൊന്നും അല്ല ആരോഗ്യം. ആരോഗ്യം എന്നത് വിനയവും സൗശീല്യവും
അറിവും നന്മയുമൊക്കെയാണ്. അത് വേണമെങ്കിൽ നല്ല തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ പറക്കണം. പൂവല്ലേ നല്ലത്? ഇങ്ങനൊരു തന്നെ ആദ്യം പരിചയപ്പെടുകയല്ലേ? പൊള്ളുന്നില്ലേ? നല്ലോലെ ചുട്ടു പൊള്ളുന്നില്ലേ? പൊള്ളും പൊള്ളും, നല്ല പോലെ പൊള്ളും. ആ, നല്ല പോലെ പൊള്ളും. ഇങ്ങനൊന്നും വിചാരിച്ചില്ലല്ലോ. വരുമ്പോ ഇങ്ങനെ ധരിച്ചോ? ആരോ പറ്റിച്ചതാ. മുമ്പ് വന്ന് കേട്ടവൻ ആരോ പറ്റിച്ചതാണ്. പോയി കേട്ടോ നീയും കൂടെ. ഞാൻ പോയതാ, നല്ല സ്ഥലമാ, ഉള്ളി എടുക്കുമെന്നൊക്കെ പറഞ്ഞു വിട്ടതാ. ഉള്ളുമ്പോഴാ അറിയ. അത് ശരിക്കിരുന്ന് ആലോചിക്കുക. ജീവിതം പിള്ളകളിയല്ല. നിങ്ങൾ ഈ പുരോഗതിക്കാത്ത ഈ രോഗം മുഴുവൻ കുഞ്ഞുങ്ങൾക്കുണ്ടായത്. തള്ളയ്ക്കോ മുട്ടിന് തേയ്മാനം, നട്ടലിന് തേയ്മാനം, ഓവറിയില്, ബ്രസ്റ്റില്, സർവിക്സില് ഒക്കെ ക്യാൻസർ. ഇനിയും തള്ളയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്ക് തള്ളയെ നിങ്ങൾക്ക് ജീവിക്കാൻ അറിയാവോ, ജീവിപ്പിക്കാൻ അറിയാവോ, വളർത്താൻ അറിയാവോ എന്ന്. പശ്ചാത്തപിക്ക് ശരിക്ക്. എന്തുകൊണ്ടാണ് അവർക്ക് ആരോഗ്യം ഉണ്ടായത്? പഴയ തലമുറയ്ക്ക് അവരാരെയും ഹിംസിച്ചില്ല, കട്ടില്ല, ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെട്ടില്ല. ഇത് 3 ശാരീരിക പാപങ്ങളാണ്. ആരെയെങ്കിലും ഒരാളെ ഉപദ്രവിച്ചാൽ ഉപദ്രവിക്കുന്നവനുണ്ടാകുന്ന കോപവും താപവും അവന്റെ ശരീരത്തിൽ കില്ലർ ഹോർമോണുകൾ ഉണ്ടാകും. അതാണ് പൂർവജന്മകൃതം പാപം. ഓരോ കോശവും അതിന്റെ സൈറ്റോപ്ലാസത്തിൽ വികൃതികളുടെ എണ്ണമറ്റ പ്രഭാവങ്ങൾ ഉണ്ടാക്കും. അതാണ് രോഗങ്ങളായി വരുന്നത്. അത് ആരെങ്കിലും കൊടുക്കുന്ന ഒരു മരുന്ന് കൊണ്ടൊന്നും മാറില്ല. അമേരിക്കയിൽ ഉണ്ടാക്കിയാലും ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയാലും അത് മാറണമെങ്കിൽ പശ്ചാത്തപിക്കണം, ഉള്ളുരുകി. റിപ്പന്റ് ഈ ദ ചിൽഡ്രൻ ഓഫ് വൈപ്പേഴ്സ്, അണലിയുടെ സന്താനങ്ങളെ പശ്ചാത്തപിക്കുവിൻ. ബ്രെയിനിൽ ചെല്ലണം പശ്ചാത്താപം. അറിയാതെ ചെയ്ത തെറ്റാണ്, പ്രായശ്ചിത്തം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ബ്രെയിൻ ശുദ്ധമാവുകയും കോശങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാരകമായിരിക്കുന്ന കില്ലർ ഹോർമോണുകൾ പിൻവാങ്ങുകയും ആരോഗ്യം പുനർജീവിക്കുകയും ചെയ്യും. അതായതിന് പരിഹാരം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരാളെ പോലും ഹിംസിക്കരുത്, കക്കരുത്. ആരുടേത് കട്ടോ അവൻ മറന്നുപോകും. കാരണം നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് പലതും മോഷണം പോയിട്ടുണ്ട്. എത്ര കാലം ഓർത്തിരിക്കും അത് പോയതാ ഇത് പോയതാന്ന്? അല്പകാലം. മറിച്ച് കട്ടവൻ ഒരിക്കലും മറക്കില്ല. താൻ കട്ട വീടും താൻ കട്ട വസ്തുവും അവന്റെ ഓർമ്മയിൽ ഇടയ്ക്കിടയ്ക്ക് കാലത്തിനനുസരിച്ച് രൂപാന്തരപ്പെടും. അങ്ങനെ രൂപാന്തരപ്പെടുമ്പോൾ അവന്റെ ശരീരത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ കില്ലർ ഹോർമോണുകളുടെ അതിപ്രസരം ഉണ്ടാവും. ഇതുവരെ കട്ടിട്ടുള്ളതിന് മുഴുവൻ പശ്ചാത്തപിക്കണം. ഇനി കക്കരുത്. വിവാഹം കഴിച്ച് മര്യാദാമസൃണമായോ നിഷ്കളങ്കമായി വികാരമുണ്ടാകുമ്പോഴോ തൻ്റെ ഒരു വംശാവലിക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ലൈംഗികത. അതിനെ ഒരു വ്യാവസായിക പ്രാധാന്യമുള്ളതാക്കി മാറ്റുകയും അതിന് മാസികകളും പത്രങ്ങളും രചിക്കുകയും മൊബൈൽ ഫോണുകളിൽ വരെ ഫ്ലർട്ടി SMS അയച്ചോളാൻ പറയുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ മൊബൈലിൽ വിറ്റിട്ട് കാണുകയും ഉള്ള ഇന്റർനെറ്റിലും മറ്റുള്ളതിലും കയറി പോർണോഗ്രാഫിക് വെബ്സൈറ്റുകളിലൂടെ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലമുറയെ വളർത്തുകയും ലോകത്തിലെ ഏറ്റവും വരുമാനമുള്ള കച്ചവടം $89 ബില്യൺ ഒരു ദിവസം വരുമാനമാണ് പോർണോഗ്രാഫിക് വെബ്സൈറ്റിൽ നിന്ന് മാത്രം. എന്നിട്ട് ആരോഗ്യം എവിടെ ഉണ്ടാക്കാൻ? കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുത്ത് പിള്ളേരെ മുറിക്കകത്ത് അടച്ചിട്ട് കണ്ടോളാൻ പറഞ്ഞിരുത്തിയാൽ മാരക രോഗങ്ങളിലേക്ക് തലമുറ മാനസികമായും ശാരീരികമായും മാറുന്ന ഒരു യുഗമായി.
വയസ്സനും വയസ്സിയും വരെ കാണുന്ന പരസ്യത്തിലെ മരുന്നുകൾ മുഴുവൻ ലൈംഗികതയ്ക്ക് വേണ്ടിയാണെങ്കിൽ മേടിച്ചു കൂട്ടുകയും വൃത്തികെട്ട വികാരങ്ങളും വിചാരങ്ങളുമായി ജീവിക്കുകയും ചെയ്യുന്ന, പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന ഫ്ലക്സ് ബോർഡിൽ മുഴുവൻ ലൈംഗികാതിപ്രസരം. ഏത് മാസികയും പത്രവും, ആരോഗ്യ മാസിക പോലും വിൽക്കണമെങ്കിൽ അതിന്റെ കവർ പേജുകളിൽ നിറഞ്ഞിരിക്കുന്ന ചിത്രങ്ങൾ. പഴകിയതാണെങ്കിൽ പോലും ചിത്രം കണ്ടാൽ ഉടനെ അത് മേടിക്കാനുള്ള പ്രവണത. സീരിയലുകൾ, സിനിമകൾ എല്ലാം വികൃതം. ഈ സമയത്തെല്ലാം നിങ്ങളുടെ ശരീരം ചൂടാവുകയും ലൈംഗിക വികാരങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ശരീരം ചൂടാവും, പനിയുണ്ടാവും. കാമപ്പനി എന്ന് പറയും, കാമജ്വരം. അതുണ്ടായി കഴിഞ്ഞാൽ രക്തം ചൂടാവും, അസ്ഥി ചൂടാവും, മജ്ജ ഉരുകും. സർവശരീരഗതമായിരിക്കുന്ന ധാതു, ഓജസ് നിങ്ങൾ മൂത്രമൊഴിക്കുന്ന മാർഗത്തിൽ തുള്ളികുത്തിയെത്തും. ഇത്രയും അപകടകരമായ ഒരു പ്രക്രിയയിലാണ് ആധുനിക ലോകം പെട്ടിരിക്കുന്നത്. പണ്ട് പണിയെടുത്ത് നടന്നതുകൊണ്ടും അന്യർക്ക് വേണ്ടി ജീവിച്ചതുകൊണ്ടും ലൈംഗികതയെ ചിന്തിക്കാൻ സമയമില്ലാതിരുന്നതുകൊണ്ടും മര്യാദയ്ക്ക് ജീവിച്ച ഒരു തലമുറയ്ക്ക് കിട്ടിയ ആരോഗ്യം ലൈംഗികത കൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിലെ നശിച്ച് സകല അവയവങ്ങളും വികൃതമായി, ഫില്ലർ ഹോർമോണുകൾ മുഴുവൻ സജീവമായി, ഓജസ് മുഴുവൻ നഷ്ടപ്പെട്ട് ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകൾ മുഴുവൻ വന്ന് ഒരു തലമുറ ജീവിക്കേണ്ടി വരുന്നത് ആധുനികതയുടെ ഇന്നത്തെ ജീവിത പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് ഹിംസിക്കരുത്, കക്കരുത്, ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടരുത്. ഈ 3 പൂർവജന്മകൃതമായിരിക്കുന്ന ഓരോ നിമിഷത്തിനു മുമ്പ് അതിനു മുമ്പത്തെ നിമിഷത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ, അതിന്റെ തുടർച്ചകൾ, അത് ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഭാവങ്ങൾ, അത് മുഴുവനുമാണ് നിങ്ങളുടെ ശരീരത്തെ മൃത്യുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള മാരക രോഗങ്ങളായി പ്രതിപ്രവർത്തിക്കുന്നത്. തന്തയും തള്ളയും ചെയ്തു കൂട്ടിയതുൾപ്പെടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും വരുമ്പോൾ പാരമ്പര്യ ജനിതകങ്ങൾ മസ്തുളങ്കത്തെ മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രോഗമില്ലാതെ ജീവിക്കണമെങ്കിൽ മര്യാദയ്ക്കുള്ള വിദ്യാഭ്യാസം അനിവാര്യമാണ്. ഇതൊക്കെ പൊരുത്തപ്പെടുമോ? എന്നുള്ളത് ശരിയാണെന്ന് തോന്നുമോ? പറഞ്ഞത് തള്ളയും മോളും മോനും അച്ഛനും ഒക്കെ കൂടെ ഒന്നിച്ചാ പോയിരുന്നുകൊണ്ട് സീരിയലും കണ്ട് അതിനകത്തെ ലൈംഗികത ചാലിച്ച തമാശകളും കണ്ട്, തമാശ പറയണമെങ്കിലും അതിൽ ലൈംഗികത വേണം. അതിന് ചിരിക്കുന്നത് തള്ളയും മോനും കൂടെ ഒന്നിച്ചാ, തന്തയും മോളും കൂടെ ഒന്നിച്ചാ. എന്നിട്ട് ആരോഗ്യം ഉണ്ടാക്കാൻ നടക്കുക വികല ജീവികൾ. ശരിയാണോ? ശരിയാണോ? നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം തന്ന നേരത്ത് പന്നിയും പട്ടിയും പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ നാട് തന്നായാലേ. രാവിലെ കുറെ കളസ് വിട്ട് ഈ സ്കൂളിൽ പോയ നേരത്ത് വല്ല വാഴയും വെച്ചിരുന്നെങ്കിൽ ഈ നാട്ടിൽ ദാരിദ്ര്യം കുറഞ്ഞേനെ. ദേഷ്യം വരുന്നുണ്ടല്ലേ? ദേഷ്യം വരുന്നുണ്ട്. പൂവല്ലേ നല്ലത്? പൂവല്ലേ നല്ലത്? കരണീയതല്ലേ? പറഞ്ഞതിൽ സത്യമുണ്ടോ? എന്നിട്ട് മരുന്ന് മേടിക്കാൻ നടക്കുക. മരുന്നല്ല ആരോഗ്യം. ഹിംസിക്കരുത്, കക്കരുത്, ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടരുത്, കുശുമ്പ് പറയരുത്, പരുഷമായി സംസാരിക്കരുത്, കെട്ടിച്ചമച്ച് പറയരുത്, അന്യർ കലഹിക്കുമാറ് പറയരുത്. കീഴ്ജീവനക്കാരോട് മേൽജീവനക്കാരോടൊന്നും പരുഷവചനം വരുത്. ഇല്ലാത്തതുണ്ടാക്കി പറയുമ്പോൾ ബ്രെയിൻ മാറും. നിങ്ങളിൽ പലരും കാലുവേദന അനുഭവിക്കുമ്പോൾ വേദന കാലിലല്ല, മൂക്കേലായിരിക്കും ചിലപ്പോൾ. നിങ്ങൾ പറഞ്ഞിട്ടുള്ള കള്ളമനുസരിച്ച് ബ്രെയിനിന് കള്ളമാണ് അറിയുന്നത്. ബ്രെയിൻ കള്ളം കാണിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മൂക്കിന്റെ സ്ഥാനത്ത് ഒരു ചിത്രം കാലിന്റെ അവിടെ വരച്ചു വെക്കും ബ്രെയിൻ. ഫാൻറ്റംസ് ഓഫ് ബ്രെയിനിൽ മസ്തുലംഗം അതീവ ഗഹനമാണ്. നിങ്ങളുടെ കാല് മാറി മൂക്കവിടെ വരച്ചു വെച്ചാൽ കാലേ വേദന വരുമ്പോൾ മൂക്കിന് വേദന വരും.
മൂക്കിന് വേദന വരുന്നു എന്നും പറഞ്ഞാൽ ഡോക്ടറെ കാണുന്നത്. മൂക്കേലൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയും. വേദന എനിക്കല്ലേ ഉള്ളേ, തനിക്കില്ലെന്ന് പറയാമെന്ന് പറഞ്ഞ് ചൂടാവും. അത് നിങ്ങളുടെ ബ്രെയിൻ തകർന്നതാ. കള്ളം പറയുന്നവൻ്റെ ഒക്കെ ബ്രെയിനിൻ്റെ ഗതി ഇതാണ്. 1000 മരുന്ന് കഴിക്കും, 1000 ഡോക്ടർമാരുടെ. പിന്നെ ചെന്ന് പറയും മൂക്കിനാ വേദന. അയാൾ മൂക്കിനുള്ള വേദനയ്ക്ക് ഒരുത്തൻ മരുന്ന് തന്നു, അടുത്തവൻ ഇവനെയും കൂടെ കുറ്റം പറഞ്ഞു കുറെ മരുന്ന് തന്നു. ഒരു വൈദ്യശാസ്ത്രക്കാരൻ മറ്റേ വൈദ്യശാസ്ത്രക്കാരനെ തെരുവിളിച്ചു. ആ തെരുവിളിച്ചാൽ അവന്റെ ബ്രെയിനും കൂടെ മാറി എന്നല്ലാതെ നിങ്ങളുടെ രോഗം മാറില്ല. അതിന് സത്യം പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടെങ്കിലാണ് മൂക്കിന്റെ വേദന മൂക്കിന്റെ വേദനയാണെന്ന് അറിയുന്നത്, കാലിന്റെ വേദന കാലിന്റെ വേദനയാണെന്ന് അറിയുന്നത്. ആ സത്യമുള്ളവന്റെ മാറുന്നത് കണ്ടോണ്ട് നിങ്ങളും ചികിത്സയ്ക്ക് അവിടെ പോകും. ഒരു പ്രയോജനവും കിട്ടില്ല. ഞാൻ പോയി എൻ്റെത് മാറിയില്ല, അവന്റെ മാറിയെന്നാ പറയുന്നത്. എങ്ങനെ വിശ്വസിക്കും? അതിന് സത്യം പറഞ്ഞ് ശീലിക്കണം. 12 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സത്യം പറഞ്ഞാൽ മൂക്കിന്റെ വേദനയല്ല കാലിന്റെ വേദനയാണെങ്കിൽ മൂക്കിൽ നിന്നത് കാലിലേക്ക് മാറും. അത് കഴിഞ്ഞിട്ടേ ചെന്ന് കാണാവൂ. കള്ളം സ്ഥിരമായി പറയുന്നവന് വേദനകൾ എവിടുന്നാ വരുന്നതെന്ന് പോലും അറിയില്ല. അവനവനാണ് അവന്റെ രോഗം ചെന്ന് ഡോക്ടറോട് പറയുന്നത്. സ്കാനറിൽ പോലും നിങ്ങളെ തെറ്റിക്കും ബ്രെയിൻ. സ്കാൻ ചെയ്യാൻ കയറ്റുമ്പോൾ വയറ്റിൽ മുഴയുണ്ടാവും, തുറന്നു നോക്കുമ്പോൾ അവിടെ കാണൂല. ഇവിടെ കാണുന്നില്ല, പ്രൈമറി അറിയില്ല. ബ്ലഡില് ക്യാൻസറിന്റെ ആന്റിജൻ ഉണ്ട്, പക്ഷെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വൈദ്യശാസ്ത്രം വിചാരിച്ചാലൊന്നും നിങ്ങളെ രക്ഷിക്കാൻ അത്ര എളുപ്പമാവില്ല. അതിനാദ്യം സത്യം പറയണം. കള്ളം പറയരുത്, കള്ളം ചെയ്യരുത്, അനൃതം, അന്യരെ കലഹിപ്പിക്കരുത്. നിങ്ങൾക്കൊരു ബ്രെയിനുണ്ട്. ഒരു കാഴ്ച കാണുമ്പോൾ കാണുന്ന വസ്തു ഇതെന്ത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ ബ്രെയിനിൽ വീഴും. ആ ബ്രെയിനിൽ വീഴുന്ന ചിത്രത്തിനനുസരിച്ച് ആ സാധനം ഇന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ബ്രെയിനിന്റെ സഹായം വേണോ അത് അറിയണമെങ്കിൽ? അതിനനുസരിച്ച് തീയാണ് അടുക്കിയിരിക്കുന്നത്. അത് പിടിക്കാതിരിക്കണമെങ്കിൽ കൈക്കൊരറിവ് വേണം. കൈയുടെ ദേവതയ്ക്ക് തീക്കൊള്ളി തലയൊറിയാൻ കൊള്ളൂല. അതറിയണം. അതിന് സെൻസറി നെർവുകൾ, മോട്ടോർ നെർവുകൾ ഒക്കെ നല്ലപോലെ ബ്രെയിനിന്റെ നിർദ്ദേശത്തിൽ കൃത്യമായ അടുക്കിൽ സമഗ്രമായി പ്രവർത്തിക്കണം. സെൻസോറിയവും ന്യൂറോണിയവും മോട്ടോറിയവും SNM കോംപ്ലക്സ് അത് ബ്രെയിനിൽ നിന്നുള്ള നിർദ്ദേശത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അത് താറുമാറാകാതിരിക്കണമെങ്കിൽ അന്യരെ കലഹിപ്പിക്കാതിരിക്കണം. ഒരച്ഛനെയും മക്കളെയും തമ്മിൽ കലഹിപ്പിച്ചിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളുടെ SNM കോംപ്ലക്സ് താറുമാറായി. പുറത്തെങ്ങനെയോ അങ്ങനെയാണ് അകത്ത്. ചെറിയൊരു കാര്യം നടക്കണം, വീട്ടിൽ ചെന്നു തെറ്റ് ചെയ്തിട്ടായില്ലെന്നേ മിടുക്കനാകാൻ ഭാര്യയും മക്കളെയും തമ്മിൽ അടിപ്പിച്ചു. സ്വന്തം രക്ഷയ്ക്ക് തന്തയും മക്കളെയും തമ്മിൽ ഭാര്യ അടിപ്പിച്ചു, മക്കളെ തമ്മിൽ അടിപ്പിച്ചു തന്തയും തള്ളയും കൂടെ, തന്തയും തള്ളയും തമ്മിൽ അടിപ്പിച്ചു പൈസ ഉണ്ടാക്കാൻ മക്കള്. കുറെ കഴിഞ്ഞ് നോക്കുമ്പോ നിങ്ങളുടെ SNM കോംപ്ലക്സ് താറുമാറായിട്ടുണ്ടാവും. അത് ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധവും. അതുകൊണ്ട് ലോകത്തിൽ ആരെയും കലഹിപ്പിക്കരുത്. ഇതൊക്കെയാ എനിക്കറിയുന്ന വൈദ്യശാസ്ത്രം. ഇതൊരു അന്ധവിശ്വാസമാണെന്ന് തോന്നുന്നില്ലേ? നിങ്ങൾ ആളുകൾ മാറിയോ ഇത്ര പെട്ടെന്നോ? ഞാനറിയുന്ന വൈദ്യശാസ്ത്രം ഇതാണ്. ഇന്ന് വരെ നിങ്ങൾ ആരെയെല്ലാം കലഹിപ്പിച്ചുവോ അതിന് മുഴുവൻ പശ്ചാത്തപിക്കണം. ബ്രെയിൻ നേരെയോ
അന്യന് ആപത്ത് വരണമെന്ന് ആഗ്രഹിക്കരുത്. അന്യന് ആപത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമായി. പത്രം എടുത്ത് വായിക്കുമ്പോൾ ആപത്ത് കാണാനാ ഇഷ്ടം. വാർത്താ ചാനലുകളുടെ മുമ്പിൽ പോയിരിക്കുന്നത് എന്താണിന്ന് പുതിയ വാർത്ത ആപത്തിന്റെ ഉള്ളത്? ശരിയല്ല. മനുഷ്യൻ ഓരോ ദിവസവും ആപത്ത് ആഗ്രഹിക്കുന്നു, നന്മ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ കഴിഞ്ഞ തലമുറ ആയിരിക്കുന്ന കാർന്നവരുടെ അമ്മയുള്ള തലമുറ വീട്ടിലൊരു കുഞ്ഞിന് കുട്ടിയെടുപ്പ് വേണമെങ്കിൽ, വീട്ടിലേക്ക് കാപ്പിപ്പൊടിയും പഞ്ചസാരയും വേണമെങ്കിൽ, അവർക്കൊരു ജമ്പർ വേണമെങ്കിൽ, അതെല്ലാം വേണ്ടതെല്ലാം ഓർത്തു വച്ചിട്ട് വീട്ടിലുള്ള ഒരു പുരുഷനോട് പറയും, ഇന്നതൊക്കെ തീർന്നു, ഇന്നതൊക്കെ കേടായി, ഇന്നതൊക്കെ വേണം പറയുള്ളൂ, എഴുതുകയില്ല. അയാൾ ഓടിപ്പോയി ഒരു കടയിൽ ചെല്ലും. നാട്ടിലൊരു കടയൊക്കെ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ. ചെന്ന് പറയും, ഇന്ന പോലെ ഇന്ന സാധനം വേണം. അവൻ നോക്കും ആ വീട്ടുകാരുടെ ജോലി എന്താണ്, വരുമാനം എന്താണ്, അവരുടെ ജാതി എന്താണ്. ഇതെല്ലാം നോക്കിയിട്ട് അവൻ അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ പരാതിയില്ലാത്ത വിധം ഉണ്ടാക്കും, ഉള്ളത് എടുക്കും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചെയ്യും. അവർക്ക് പറ്റിയൊരു സാധനമില്ല, കാപ്പിപ്പൊടി, വേറെ ചിലർക്ക് കൊടുക്കാനുണ്ടാക്കിയ കാപ്പിപ്പൊടിയായിരിക്കുന്നത്. അവർക്ക് പറ്റിയതില്ലെങ്കിൽ പറയും, ഈ കാപ്പിപ്പൊടി വീട്ടിൽ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഒരു കാപ്പി എടുത്തു കഴിയുമ്പോഴേക്കറിയാം, വഴക്ക് ചിലപ്പോൾ പറഞ്ഞേക്കും, അത് ഈ തിരിച്ചു കൊണ്ടുവന്നാൽ മതി, മറ്റതില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുവിടും. ഈ ഇരിക്കുന്ന ഏതെങ്കിലും പെണ്ണോ ആണോ തനിക്ക് വേണ്ടി മറ്റൊരാൾ ഒരു സാധനം വാങ്ങിക്കുന്നത് ഇഷ്ടപ്പെടുവോ? ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം വീട്ടിലൊരു ആവശ്യം വന്നാൽ വിവാഹം കഴിച്ച് ആദ്യം വന്ന ഭർത്താവിനോട് പോലും ഇതുവരെ അയാളൊരു സാധനം മേടിച്ചു കൊണ്ടുവന്ന അനുഭവമല്ല, അയാളോട് പോലും പറയാ, എനിക്ക് വേണ്ടതൊക്കെ വീട്ടിൽ വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം, ഷോപ്പിങ്ങിന് ഞാൻ പൊക്കോളാം, നിങ്ങൾ വാങ്ങിച്ചാൽ ശരിയാവില്ല. ആദ്യം തന്നെ തീരുമാനിച്ചു. ആ നിങ്ങൾ ഇരിക്കുന്നിടത്തൊക്കെ എവിടെ ആരോഗ്യമുണ്ട്? ദുരാശ. മക്കൾ പറയുന്നത് എന്താ? കാശിങ് തന്നാ മതി, ഷർട്ടും മുണ്ടുമൊക്കെ ഞാൻ നോക്കിക്കോളാം, ഞാൻ മേടിച്ചോളാം. ഇത്തരത്തിലേക്ക് വളർത്തി വിട്ടാൽ എവിടെ നിങ്ങൾക്ക് ആരോഗ്യം ഭാവിയിൽ ഉണ്ടാവും? ഒരാളെയും വിശ്വാസമില്ലാത്ത, ഒരാൾ വാങ്ങിക്കുന്നതും പൊരുത്തപ്പെടാത്ത, ഒരു ചുറ്റുപാടിനോടും അനുകൂലിക്കാത്ത നിങ്ങളുടെ ഈ വിദ്യാഭ്യാസത്തെക്കാൾ മാരകമായ രോഗം എന്തുണ്ട്? ശരിയല്ല പറഞ്ഞു. മാറുവോ? ഈ മനസ്സൊക്കെ മാറുവോ? ഇത്രയും കാലം ഓടിക്കറങ്ങിയതല്ലേ, ഇനി ഇത് മാറുവോ? ഒരു ജന്മം പാഴായില്ലേ? ഇനി ഇതൊക്കെ എന്ന് നേരെയാകാനാ? മൂക്കിൽ കൂടെ പല്ലുവന്നില്ലേ? ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ നുണയാ? ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതാണ് നിങ്ങൾ പഠിച്ചതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് നിങ്ങളും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് 80 വയസ്സിൽ ഈ ശബ്ദത്തിൽ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ പറയാൻ പറ്റും. ആരോഗ്യം കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല. 31 ജനിച്ചത്. ഇത് 2011. അതിനാണ് നല്ല തള്ളയ്ക്ക് പറഞ്ഞത്. നല്ല തന്തയ്ക്കെന്നല്ല പറഞ്ഞത്, നല്ല തള്ളയ്ക്ക്. ആരോഗ്യം അറിയണമെങ്കിൽ തള്ള ചൊല്ലാവോ അവല് കിഴുക്കനാൻ കൂടാ. കുറെ കാശുമായിട്ട് രാവിലെ സഞ്ചിയും കൊണ്ട് ഇറങ്ങിയാൽ ഒന്നും ആരോഗ്യം കിട്ടില്ല. അവനവൻ്റെ ഉത്തരവാദിത്വം അറിയണം, മര്യാദ വേണം. പഴയ കാലത്ത് ഒരു സ്ത്രീ മുറ്റം തൂത്തു വരുമ്പോൾ വീട്ടിലേക്ക് ഒരു പള്ളിയിലച്ഛനോ കന്യാസ്ത്രീയോ സന്യാസിയോ അധ്യാപകനോ ഡോക്ടറോ
എഞ്ചിനീയറോ തച്ചനോ ജ്യോതിഷിയോ ആര് വരുന്നു എന്ന് കണ്ടാലും അവരെ ചൂലൊരരികിലേക്ക് ഇട്ട് മുറ്റത്തുള്ള പിള്ളേരെയൊക്കെ പരുന്തിനെ കാണുമ്പോൾ കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ കൂട്ടുന്നത് അതുപോലെ വലിച്ചകത്ത് കയറ്റിക്കൊണ്ടു. ഈ ഇരിക്കുന്നവരുമാരോ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടുപോയി നേരെ അവരുടെ വായി നോക്കി മുമ്പിൽ പോയിരിക്കും. ശരിയാണോ? ശരിയാണോ? ആണോ കാരണവരെ? മറ്റത് അകത്തേക്ക് കയറ്റി പിള്ളേരെ അകത്തേക്ക് വിട്ടിട്ട് നേരെ പോയി ഒരു ചായ എടുത്തുകൊണ്ടുപോയി നേരെ വന്നവർക്ക് ആ വീട്ടിൻ്റെ മുറ്റത്തിരിക്കുന്ന വയസ്സി എന്ന കാർന്നവരുടെ അടുക്കെ കൊണ്ട് വെച്ചിട്ട് പറയും വേഗം കുടിച്ചിട്ട് പറഞ്ഞു വിടാൻ നോക്കണം. അവർ കേൾക്കാതെ അകത്തേക്ക് വിളിച്ച് പറയും വേഗം പറഞ്ഞു വിട്ടേക്കണം, എനിക്ക് മുറ്റം തൂത്ത് വരണം, പണി ഒരുപാട് കിടക്കുന്നു, അവരവിടെ നിന്ന് പണിയൊന്നും നടക്കൂല, പിള്ളേർക്കാണെങ്കിൽ സ്കൂളിൽ പോകണം, വേഗം വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നുകൊണ്ട് വായ്ത്താളം അടിച്ചിരിക്കരുതെന്ന് പറയും. അപ്പൊ നമ്മൾ എന്ന് ചോദിക്കുക അവർക്കൊക്കെ അറിവില്ലേ? ആ വന്നിരിക്കുന്ന ജ്യോതിഷിയല്ലേ, സിദ്ധനല്ലേ, സന്യാസിയല്ലേ ആ വന്നിരിക്കുന്നത്? അവരോടൊക്കെ സംസാരിക്കുകയല്ലേ വേണ്ടേ? ഗീത ചൊല്ലി കേൾപ്പിക്കുകയല്ലേ വേണ്ടേ? അപ്പൊ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ആ വന്നിരിക്കുന്നവൻ സിദ്ധനാവൻ കണ്ണ് മുകളിലോട്ടാക്കിയിട്ട് നിന്നെ നോക്കി പ്രവചനം തുടങ്ങിയാൽ നിന്റെ ജീവിതം പോയി. നമ്മളവന് ചായ കൊടുക്കണം, പോകാൻ നേരത്ത് ദക്ഷിണ കൊടുക്കണം, ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജീവിതം അവൻ കലക്കിക്കളഞ്ഞേച്ചിറങ്ങിപ്പോവുകയും ചെയ്യും. ആ വന്നത് ജ്യോതിഷിയാണ്. അവൻ രാഹുവും കേതുവും സ്ഥാനവും നോക്കിയിട്ട് നമ്മുടെ സ്വസ്ഥത തകർക്കാനല്ലാതെ കാലണയുടെ സന്തോഷം തരാൻ വന്നിരിക്കുന്നവനല്ല. ഇപ്പൊ നമുക്കും അവനും അറിയില്ല നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലായില്ല? ജ്യോതിഷിയും പ്രൊഫസർ ആസ്കുവിത്തും കൂടെ നടന്നു പോവുകയാണ് അണ്ണാങ്കുന്നിന്റെ മുകളിലൂടെ. ആസ്കുവിത്ത് ചോദിച്ചു എന്തോ അതെൻ്റെ പണി? പ്രൊഫസി, പ്രവചനമാണെന്ന് പറഞ്ഞു. വാക്കിംഗ് സ്റ്റിക്കിന് സായിപ്പുറം ഒറ്റ അടിയൊക്കെ വെച്ചു കൊടുത്തു, കാലിന് താഴെ, മുട്ടിന് താഴെ. അടി കൊണ്ട് നൊന്ത് ജ്യോതിഷി ചോദിച്ചു എന്താ സായിപ്പായി കാണിക്കുന്നു? എടോ എൻ്റെ വടി വരുമെന്ന് അറിഞ്ഞ് താൻ മാറിയില്ലല്ലോ, പിന്നെ എന്ത് പ്രൊഫസിയാണ് തനിക്കുള്ളത്? മനസ്സിലായില്ല? അതുകൊണ്ട് കാണുന്നവന്റെ ഒക്കെ മുമ്പിൽ പോയി പടഞ്ഞിരുന്ന് അവൻ രാഹുവും കേതും നോക്കി വരാനിരിക്കുന്ന ദുരന്തം പറഞ്ഞതിന് മുഴുവൻ അവന് കാശും കൊടുത്ത്, ശരിയല്ല? എന്നിട്ട് തെണ്ടി തിരിഞ്ഞ് തിരുവല്ലം കൊട്ടി നടക്കുന്ന വർഗം അറിയാതിരിക്കുന്നതിലാ ജീവിതം സുഖം. വരാനുള്ളതൊക്കെ വരേണ്ട സമയത്ത് ഇങ്ങ് വരും. വരുമ്പോഴാ ക്രൈസിസ് മാനേജ് ചെയ്യുക. അല്ലാതെ ക്രൈസിസ് നേരത്തെ ഉണ്ടാകുന്നതിന് തയ്യാറെടുത്ത് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് വരുത്തുകയല്ല. പിടികിട്ടിയില്ല? ജീവിതം മുഴുവൻ ക്രൈസിസ് ഉള്ളതാണ്. ഏത് നിമിഷവും വരും. അത് മുൻകൂട്ടി അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ശാസ്ത്രം മുൻകൂട്ടി അറിയാൻ ഉപകരണങ്ങളും ഉണ്ടാക്കി വെച്ച് ദുരന്തം വരാതിരിക്കാനുള്ള പണിയും മുഴുവൻ ചെയ്ത് കൂട്ടിയ ജപ്പാനില് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ബൾബ് പോലും തെളിഞ്ഞില്ല. ആകാശത്ത് ഉപകരണങ്ങൾ ഉണ്ടാക്കി വെച്ച് വാർത്താവിനിമയ ശൃംഖല മുഴുവൻ ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ ഒറ്റയടിക്ക് പോയി. അതൊക്കെ ഉണ്ടാക്കാതിരുന്ന് ഉള്ളത് സുഖമായി ജീവിച്ചിരുന്നെങ്കിൽ ഇത്രയും ദുഃഖം ഉണ്ടാവുമായിരുന്നില്ല. നിങ്ങളുടെ ചാത്രം വിലയ്ക്ക് തീ പിടിക്കുമ്പോൾ നാട്ടുകാരൊക്കെ കൂടെ ഓടിക്കൂടി കത്തിക്കും അല്ലേ? അല്ല, കെടുത്തും. വെള്ളം കോരി കെടുത്തും. ഇന്നോ കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവൻ പറയും ഫയർഫോഴ്സ് വരട്ടടാ, നമുക്കെന്താ വേണ്ടേ? അത് വരുമ്പോഴേക്ക് കത്തി തീരും. ശരിയുണ്ടോ? ഇതൊക്കെയാണ് നിങ്ങളുടെ ദുരന്തം. ശരീരത്തിലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം മരുന്ന് കഴിക്കുക, അതിനു മുമ്പേ ചെക്കപ്പ് നടത്താതിരിക്കുക. ആ വരുന്നവൻ വൈദ്യനാണ്. അവൻ പരതി നോക്കി അവിടെ മുഴയുണ്ട്, ഇവിടെ ആ കുഴപ്പമുണ്ട്, 16 ദിവസം കഴിഞ്ഞ് മരിക്കുമെന്ന് പറയുന്നതിനായി കാശ് കൊടുക്കാൻ പോകുന്നത്. കഴിയുമെങ്കിൽ ഒരു വൈദ്യനെ കാണരുത്, ഒരു ഡോക്ടറെ കാണരുത്. കാരണം ഡോക്ടർ ഉൾപ്പെടെ എല്ലാവരും മരിക്കും. മരണത്തെ ഭയപ്പെടരുത്. ശരീരം തന്നെ പല രോഗങ്ങളും കറക്റ്റ് ചെയ്യും. മര്യാദയ്ക്കുള്ള ജീവിതമാണെങ്കിൽ ജീവിക്കാനുള്ള ഇച്ഛ കളയുകയും ബന്ധുക്കൾ പച്ചക്കറി മേടിച്ചു വെക്കുകയും കാണുന്നവരെല്ലാം രോഗത്തെപ്പറ്റി ചോദിച്ചു വലുതാക്കുകയും
രോഗിയായി കഴിഞ്ഞുവെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥത പോവുകയും ആഹാരത്തിന്റെ രുചി നഷ്ടപ്പെടുകയും ഉറക്കം പോയി കിട്ടുകയും ചിന്തകൾ കൂടുകയും ഒന്നും ചെയ്യാനാകാതെ വരികയും സ്വയം തൻ്റെ തന്നെ ശത്രുവായി തീരുകയും ശരീരം മുഴുവൻ കില്ലർ ഹോർമോണുകൾ ഉണ്ടാക്കുകയും ഒപ്പം വീട്ടിലുള്ള അംഗങ്ങൾക്കൊരാഹാരം കഴിക്കാൻ പറ്റാതെ വരികയും അവരുടെ ഉറക്കത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന മാനുഷികത്തിന്റെ എക്കാലത്തെയും ശത്രുവാണ് രോഗവും രോഗിയും. രോഗവും രോഗിയും കരുണയർഹിക്കുന്നവരല്ല. മനസ്സിലായില്ല? അതുകൊണ്ട് എന്നിൽ നിന്ന് അത് കിട്ടുമെന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ രോഗിയെയും രോഗത്തെയും കാണുന്നത് നിത്യശത്രുവായിട്ട്. കാരണം നിങ്ങളിൽ ഓരോ രോഗിയും എത്ര നാളായി ഉറങ്ങിയിട്ട്, എത്ര നാളായി രുചിയോടുകൂടി ഒരു ആഹാരം കഴിച്ചിട്ട്. നിങ്ങളിരിക്കുന്ന വീട്ടിൽ ആരെങ്കിലും സ്വസ്ഥമായി ഉറങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? നിങ്ങളെ കാണാൻ വരുന്നവന് സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ പറ്റി അല്ലാതെ അന്യരുടെ വിഷമത്തെക്കുറിച്ച് ഒരു പ്രാവശ്യം ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് എത്രയും വേഗം ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരുന്നതിനെ ചിന്തിക്കണം. അല്ല ഇതൊരു അനുഗ്രഹമായിട്ട് ഇങ്ങനെ ചുമന്നുകൊണ്ട് കിടക്കുക. ഞാൻ രോഗിയാണ്, നാണം കെട്ട വർത്തമാനമാണ്. കള്ളമാണോ? കിഡ്നിയാ എന്ന് പറഞ്ഞ ദിവസം ഭാര്യയുടെ ഉറക്കം പോയതാണ്. ശരിയാണോ? ഇനി ഉറക്കം കളച്ചിങ്ങനെ കാത്തിരുന്നുണ്ടാവും. ഇയാൾ രാത്രിയിൽ എപ്പോഴാണ് കേൾക്കുന്നത്, എപ്പോഴാണ് മൂത്രം പോകുന്നത്, എപ്പോഴാണ് ഇയാൾ വീണ്ടും വീഴുന്നത്, എപ്പോഴാണ് പ്രഷർ അടിച്ച് കയറുന്നത് എന്ന് വിചാരിച്ചാൽ ആ പാവത്തിന് ഉറങ്ങാൻ പറ്റുമോ? വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? സ്വാദിഷ്ടമായ ഒരു ആഹാരം കഴിക്കാൻ പറ്റുമോ? ശരിയാണോ? അതുകൊണ്ട് വേഗം പോകണം, ഇല്ല മുട്ട് തല്ലി പിടിക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്നോട് നല്ല ദേഷ്യം വരാൻ. ജീവിതത്തിൽ നിങ്ങൾ സത്യത്തെ ഇതുവരെ മുഖാമുഖം കണ്ടിട്ടുണ്ടോ? തട്ടിപ്പും കള്ളത്തരവും ഒക്കെയാണ് നിങ്ങൾ മുഖാമുഖം കണ്ടുപോകുന്നത്. സത്യം മുഖാമുഖം കാണുമ്പോൾ ഒട്ടേറെ വേദന തോന്നും. സിദ്ധു അതുകൊണ്ട് ശരിക്കിരുന്ന് ആലോചിക്കും. രാവിലെ ഈ കഷായം ശകലം കയ്പുള്ളതാണ് അല്ലേ? അല്ലേ? ഒരു കൊച്ചിന്റെ വായി താക്കോലിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോ കണ്ടു നിൽക്കുന്നവൻ പോലും പറയും ആ തള്ള മര്യാദകേടാ കാണിക്കുന്നത്. ശരിയല്ലേ? തള്ളയും സമ്മതിക്കുന്നു മര്യാദകേടാ, പക്ഷെ നിവർത്തിയില്ല. എനിക്കും അറിയാം ഇത് മര്യാദകേടാ ഞാൻ പറയുന്നത്, നല്ലപോലെ അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണോ? കള്ളം ഒരു വാക്ക് പറഞ്ഞോ തല്ലിക്കൂ. അതുകൊണ്ട് 10 വിധ പാപങ്ങൾ വരും. അന്നം കഴിച്ചാണ് അച്ഛന് ബീജം ഉണ്ടായത്, അന്നം കഴിച്ച അമ്മയ്ക്ക് അണ്ടം ഉണ്ടായത്. ആ അന്നം ആകുന്ന ബീജവും അണ്ടവും ചേർന്നാണ് ആദ്യത്തെ സൈഗോട്ടുണ്ടായത്. അമ്മ കഴിക്കുന്ന ആഹാരത്തിന്റെ സൂക്ഷ്മാംശം പൊക്കിൾക്കൊടിയിലൂടെ ചെന്നാണ് ആ കുഞ്ഞ് വളർന്നത്. പൂർണ്ണ വളർച്ചയെത്തി ഭൂമിയിലേക്ക് എത്തിയാൽ അമ്മയോ അച്ഛനോ നാട്ടുകാരോ വാരിക്കൊടുത്തത് കൊണ്ടാണ് വളർച്ച പ്രാപിച്ചത്. ഏറ്റു നടക്കാറായി വാരിത്തിന്നാറായാൽ തന്നെത്താൻ വാരിത്തുന്ന ആഹാരം കൊണ്ടാണ് വളർച്ച പ്രാപിച്ചത്. പൂർണ്ണമായി വളർന്ന് മരിച്ചാൽ മണ്ണിനടി കുഴിച്ചിട്ടാൽ പുഴുക്കൾക്ക് ആഹാരമായി തീർന്നു. കത്തിച്ചാൽ മാവിനും പ്ലാവിനും ഒക്കെ ആഹാരമായി. വെള്ളത്തിലിട്ടാൽ മത്സ്യത്തിന്, മരത്തെ കെട്ടിവെച്ചാൽ കഴുകന്. ആഹാരത്തിൽ ആരംഭിച്ച് ആഹാരത്തിലൂടെ വളർന്ന് ആഹാരമായി അവസാനിക്കുന്നതാണ് ഈ സാധനം മുഴുവൻ, ഞാനും നിങ്ങളും. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ആരോഗ്യം ആഹാരത്തിൻ്റെ പരിശുദ്ധിയാണ്. ആദ്യമായി ഒരാഹാരത്തെയും നിന്ദിക്കരുത്.
വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ഒരാൾ കഴിക്കാൻ വിളിച്ചാൽ പോലും വേണ്ട എന്ന പദം ഉപയോഗിച്ച് ആഹാരത്തെ നിന്ദിക്കരുത്. മതി, ഇപ്പോഴാ കഴിച്ചത്, പിന്നെ കഴിക്കാം എന്നേ ബ്രെയിനിൽ ചെല്ലാവൂ. ആഹാരത്തെ നിന്ദിച്ചവൻ ആഹാരം പിന്നെ ഇറങ്ങുകയില്ല. ആഹാരം തൃപ്തികരമായി കഴിക്കണം. കഴിക്കുന്നത് കണ്ടാൽ അറിയാം അവൻ ആരോഗ്യം ഉണ്ടാവുമോ ഇല്ലയോ. നുള്ളിയും പെറുക്കിയും തട്ടിയും പെരുമാറിയും വികലമായി കുഴച്ചും വികലമായി വാരിത്തൂളിയും ഒക്കെ തിന്നുന്നവനൊന്നും ആരോഗ്യം ഉണ്ടാവില്ല. നിങ്ങൾ ഈ വന്നിരിക്കുന്ന രോഗികളിൽ 90% ആ സൈസാണ്. ആഹാരം സ്വാദിഷ്ടമായും തൃപ്തികരമായും ഇഷ്ടപ്പെട്ടും ഇഷ്ടമുള്ളിടത്തിരുന്നും ഇഷ്ടമുള്ളവരോട് കൂടിയും ശ്രദ്ധാപൂർവം കഴിക്കാൻ പഠിച്ചാൽ മാത്രമേ ആരോഗ്യം ഉണ്ടാവൂ. ആഹാരമാണ് ആരോഗ്യം. അഭിനയിച്ച് നിന്നുകൊണ്ട് തിന്ന് വഴിയുന്ന് തിന്ന് വലിച്ചെറിഞ്ഞ് തിന്ന് വേണ്ടാന്ന് പറഞ്ഞ് വികലമാക്കി തിന്ന് ഒക്കെ ജീവിക്കുന്നവനൊന്നും ആരോഗ്യം ഉണ്ടാവില്ല. അന്നം ന നിന്ദ്യാത് തദ്വ്രതം, അന്നം ന പരിചക്ഷ്യേത, ആഹാരം ഉപേക്ഷിക്കരുത് ഒരു കാരണത്താലും. അന്നം ബഹുകുർവീത, അന്നം ധാരാളം ഉൽപ്പാദിപ്പിക്കണം. വിശക്കുന്നവൻ എത്ര പ്രാവശ്യം അന്നം കൊടുത്തുവോ അത്രയും ആരോഗ്യം ഉണ്ടാവും. തനിക്ക് വേണ്ടി മാത്രമായി ആഹാരം ഉണ്ടാക്കരുത്. ജീവിതത്തിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരതിഥിക്കെങ്കിലും ആഹാരം കൊടുത്തിട്ടേ കഴിക്കാവൂ. ജീവികളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനല്പം ആഹാരം കൊടുത്തിട്ടേ കഴിക്കാവൂ. വേലക്കാർക്ക്, പട്ടിക്ക്, പൂച്ചയ്ക്ക്, അതിനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ, പശുവിന്, കോഴിക്ക്, വീട്ടിലേക്ക് വരുന്ന അതിഥിക്ക് ഒക്കെ ആഹാരം കൊടുത്തിട്ടേ ആരോഗ്യം കാംക്ഷിക്കുന്നവൻ കഴിക്കാവൂ. വീടിന്റെ ഉത്തരവാദിത്തമുള്ള കുടുംബിനിയോ കുടുംബസ്ഥനോ ആണെങ്കിൽ ആ വീട്ടിലുള്ള അംഗങ്ങൾ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടേ കഴിക്കാവൂ. അതൊക്കെ ആരോഗ്യശാസ്ത്രം. ഇത് വല്ലതും അറിയോ? ഇത് വല്ലതും അറിയുമോ? ഇത് വല്ലതും മനസ്സിലാകുമോ? തലയിൽ കയറുമോ ഇത് വല്ലതും? ഇതിനൊരു ഭാഗ്യം വേറെ വേണം. അവനവൻ കഴിക്കുന്ന പോലെ അന്യൻ കഴിക്കാവൂ എന്ന് തീരുമാനിക്കരുത്. ഞാൻ ഇത്രയും കഴിച്ചുള്ളൂ, അത്രയും നീയും കഴിച്ചാൽ മതി. ദഹനേന്ദ്രിയ വ്യവസ്ഥ വേറെയാ. പലരുടെയും പല അവയവങ്ങളും പോകുന്നത് തന്നെ ഭാര്യ കഴിക്കുന്ന കാണുമ്പോൾ ദേഷ്യം വന്നിട്ടാ. പിള്ളേർ എവിടെ നിന്ന് കഴിക്കുന്ന കാണുമ്പോൾ അലറുകയും കൂവുകയും ചീത്ത വിളിക്കുകയും ചെയ്യുമ്പോൾ ഇവൻ മിക്കവാറും പോക്കാവും. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അന്നം വളരെ ശ്രദ്ധിക്കണം. അന്നം അരിയാനുള്ള കത്തി അരിയാനുള്ളതല്ല, തിന്നാനുള്ളതാ. 100 പാളയംകുടം കായ അരിഞ്ഞു കഴിഞ്ഞാൽ കത്തി തെയ്യും. അത് ആ കായുടെ കൂടെ അകത്തിയില്ലും ഇരുമ്പ്. അത് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ മാരക രോഗവും. വിളമ്പുന്ന പാത്രങ്ങൾ, മെലാമിൻ പാത്രങ്ങളും മറ്റും ചൂട് പദാർത്ഥങ്ങൾ വിളമ്പുമ്പോൾ അതിലെ യൂറിയയും ഫോർമാൽഡിഹൈഡും